എത്ര മനോഹരം, എത്ര ശുഭ്രം, എത്ര സുന്ദരം ഈ രാത്രി, ഈ ദേവാലയം, ഈ കൂട്ടായ്മയൊക്കെ. നമുക്കൊരുമിച്ച്, ഞാൻ ആമുഖമൊന്നും പറയാതെ, അല്പം വൈകുന്നുണ്ടല്ലോ, വളരെ നേരെ ദൈവവചനത്തിൻ്റെ ചിന്തയിലേക്കും അതിൻ്റെ തണലിലേക്കും കയറുകയാണ്. എന്നെ ശ്രവിക്കുന്ന ഈ സ്ഥലത്തിരിക്കുന്നവർ നല്ല താല്പര്യത്തോടും ഒത്തിരി ഒരുക്കത്തോടും കൂടെ ഇരിക്കണം. ഇതൊരു പ്രോഗ്രാമല്ല, ഇതൊരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയുടെ കൃപ ഞാനും നിങ്ങളും അനുഭവിക്കണം. അതനുഭവിക്കാതെ ഈ രാത്രി മടങ്ങാനായിട്ടിടയാകരുത്. ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ഞാൻ എടുക്കുന്ന വേദഭാഗം പത്രോസ് അപ്പോസ്തലൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ്. മഴ ചാറിയതുകൊണ്ട് ബൈബിളിനെ സ്നേഹിക്കുന്ന ഇവിടുത്തെ ദൈവജനം വേദപുസ്തകം കൊണ്ടുവന്ന് കാണുകയല്ല. എങ്കിലും ഇതില്ലാതിരിക്കുന്നവരെ കാണുമ്പോൾ ഒരു വല്ലാത്ത വിഷമമുണ്ട് എൻ്റെ മനസ്സിൽ. ഗായക സംഘക്കാരുടെ പാട്ടുപുസ്തകത്തോടൊപ്പം ഒരു ബൈബിൾ കൂടെ കയ്യിലുള്ളതാണ് നല്ലത്. കേട്ടോ, വായിച്ചാട്ടെ. ശ്രദ്ധിക്കൂ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഒരിക്കൽ കൂടെ കേൾക്കാം, എല്ലാവരും ഒന്ന് കേൾക്കണേ. മനോഹരമാണ്, നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ് ആ വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ. ബാക്കി പറയൂ. എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേരെ കാണുമ്പോൾ ശവോടൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണോ എന്നൊരു സംശയം. ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത്തിരി സന്തോഷത്തോടെ ഞാൻ പറയുമ്പോൾ ഒന്ന് ഏറ്റു പറയണം. ഇതൊരു ധ്യാനമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. അയ്യോ, ഇങ്ങനെയല്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നന്ദി. ഈ രാത്രിയുടെ വാക്യം ഇതാണ്: കാസ്റ്റിംഗ് all your anxieties on him because he cares for you. എത്ര നമുക്ക് ഈ ബൈബിളിൽ എല്ലാ വാക്യവും നല്ലതാണെങ്കിലും നമ്മളുടെ ഉള്ളിലെ മുറിവുകളെ സുഖപ്പെടുത്തുന്ന ചില വാക്യങ്ങളുണ്ട്. നമ്മുടെ അകത്തെ മുറിവുകളെ സുഖപ്പെടുത്തുന്ന ചില വാക്യങ്ങളുണ്ട്. അങ്ങനെ ഒരു വാക്യമാണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണിത്. പത്രോസിന്റെ 2-ാം ലേഖനം, പത്രോസിന്റെ 1-ാം ലേഖനം ഈ ക്രിസ്തീയ പ്രത്യാശയുടെ ലേഖനം എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ചുമ്മാ പറയല്ല കേട്ടോ. പണ്ട് റോമിലെ തെരുവുകളിൽ ആദിമ ക്രൈസ്തവർ പുഴുക്കളെ പോലെ പിടഞ്ഞു മരിക്കണ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യർ എപ്പോ വേണമെങ്കിലും ചാകാൻ, രക്തസാക്ഷിയാകാൻ സാധ്യതയുള്ള കുറെ പാവപ്പെട്ട മനുഷ്യർ. അവരെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ എഴുതിയ പുസ്തകമല്ല, ഒരു കത്താണിത്. 1 പത്രോസ്. ചോര വീണ റോമൻ കൊളോസിയങ്ങളുടെ ചാരത്തുകൂടെ ഭയമില്ലാതെ നടന്നൊരു മനുഷ്യൻ ആ പാവപ്പെട്ട മനുഷ്യരെ ബലപ്പെടുത്താൻ എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു ലേഖനത്തിലെ ജീവൻ തുടിക്കുന്ന ഒരു വാക്യമാണ് ഞാൻ എടുത്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കൂ. ഇന്ന് രാത്രി പടിഞ്ഞാറേ തെരുവിൽ എന്തിനാണ് ഈ വാക്യം? അത് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടതല്ലേ? പണ്ടെങ്ങാണ്ട് ആരാണ്ടെ ബലപ്പെടുത്താൻ ഒരാൾ എഴുതി എന്നുള്ളതിന് ഇന്ന് രാത്രി അതല്ലല്ലോ. ഈ 2023 ഈ രാത്രിയിൽ ഈ സ്ഥലത്ത് എന്തിനാണ് ഈ വചനം? അങ്ങനെ ഒരു ചോദ്യം ഉണ്ട്. അതിൻ്റെ ഉത്തരമായിരിക്കണം ഈ രാത്രി.
ഈ മനോഹരമായ വാക്യം. കൂരിരുട്ടിൽ നിലാവ് പോലെ, വരണ്ടയിടത്ത് പുതുമഴ പോലെ, കൊടുംചൂടിൽ കുളിർകാറ്റ് പോലെ. എനിക്ക് പറഞ്ഞിട്ട് മതിയാവണില്ല, അത്ര വിശേഷണങ്ങളുണ്ട് ഈ വാക്യത്തിന്. പക്ഷെ ഇന്ന് രാത്രി എന്തിനാണ് പ്രിയപ്പെട്ടവരെ? ഇന്നത്തെ മനുഷ്യൻ പരാതികളുടെയും ഭാരങ്ങളുടെയും മനുഷ്യരാണ്. വൈ മീ, എന്നോടെന്താ ഇങ്ങനെ എന്ന് ചോദിക്കാറില്ലേ? ദേ ഇവിടെ ഇരിക്കുന്ന നല്ല മനുഷ്യർ, നാം ഒരുമിച്ച് പാട്ടുപാടി, നാം ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നു. പക്ഷെ അടുത്തിരിക്കുന്നയാളുടെ ചങ്ക് തകർന്നിരിക്കുന്നവർ കാണുന്നുണ്ടോ? ഇല്ല. അകത്തേക്ക് കരയുന്നതിൻ്റെ പേരാണ് നെടുവീർപ്പ്. ശ്രദ്ധിച്ചാൽ ഇവിടെ കേൾക്കാം, ഒരുപാട് ജീവിതങ്ങളിലുണ്ട്. ഓരോ മനുഷ്യരും സഞ്ചരിക്കുന്ന ഓരോ അഗ്നിപർവ്വതാണ്. അതുകൊണ്ടാണ് ഈ വാക്യം. നമ്മളൊക്കെ മാനസിക സമ്മർദ്ദങ്ങളുടെ രാജാക്കന്മാരാണ്, ചിരി കളഞ്ഞുപോയവരാണ്, വിഷാദരോഗികളാണ് മനുഷ്യരാണ്, ആത്മഹത്യയിൽ അഭയപ്പെടുന്നവരാണ്. പക്ഷെ ഈ പുസ്തകമുണ്ടല്ലോ, ഈ കറുത്ത പയൻ്റിട്ട 600 ഗ്രാമുള്ളൊരു ഈ പുസ്തകം ഉണ്ടല്ലോ, ഇന്ന് രാത്രി ഇതെടുക്കാൻ മറന്നുപോയവരെ ഞാൻ ഓർമ്മിപ്പിക്കുക. ഇതെടുത്ത് ഇങ്ങനെ ചങ്കോട് ചേർത്ത് പിടിക്കുമ്പോൾ തീർന്നു പോകാവുന്ന ഭാരമൊക്കെ നമുക്കുള്ളൂ. കേട്ടോ, ഇതെടുത്ത് ഹൃദയത്തോട് ചേർന്ന് പിടിക്കുമ്പോൾ തീർന്നു പോകാവുന്ന ഭാരമൊക്കെ നമുക്കുള്ളൂ. ലോകത്തൊരു പുസ്തകത്തിനും ഈ പുസ്തകം തരുന്ന സൗഖ്യം തരാൻ പറ്റില്ല. ലോകത്തെ വലിയ മനുഷ്യരെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഉദാഹരണം പറയാൽ ഒത്തിരി ഉണ്ട്. വിൻസെൻ്റ് വാൻ ഗോഗ് ലോകത്തെ വലിയൊരു ചിത്രകാരനാണ്, ആയിരുന്നു. പൊട്ടറ്റോ ഈറ്റേഴ്സ് പോലെയുള്ള വലിയ ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ആൾ. അദ്ദേഹം ആത്മഹത്യ ചെയ്യായിരുന്നു. ലോകത്തെ ഏറ്റവും നല്ല മോട്ടിവേഷണൽ പുസ്തകം എഴുതിയ ഏണസ്റ്റ് ഹെമിംഗ്വേ, കിഴവനും കടലും ഒക്കെ എഴുതിയ, മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിച്ച പുസ്തകങ്ങൾ എഴുതിയ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ലോകത്തെ ഏറ്റവും വലിയ അധികാര കൊതിയൻ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ലോകത്തെ ഏറ്റവും സൗന്ദര്യധാമമെന്ന് വിളിച്ച ക്ലിയോപാട്രയും മെർലിൻ മൺട്രോയും ആത്മഹത്യ ചെയ്തു. ലോകത്തെ വലിയ ഭരണകർത്താക്കളിൽ ഒരാളായിരുന്ന മാർക്ക് ആൻ്റണി ആത്മഹത്യ ചെയ്തു. നീറോ ആത്മഹത്യ ചെയ്തു. പീലാത്തോസ് ആത്മഹത്യ ചെയ്തു. നമ്മുടെ നാട്ടിൽ 2-3 വർഷം മുമ്പ് ഒരു ബോളിവുഡിൽ ഒരു സിനിമ ഇറങ്ങി, ചിച്ചോരെ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നാണ് ആ സിനിമയുടെ വിഷയം. പക്ഷെ അതിലെ നായകൻ സുശാന്ത് സിംഗ് രജ്പുത് ആത്മഹത്യ ചെയ്തു. മലയാളത്തിൽ പ്രണയത്തെക്കുറിച്ച് സ്നേഹിക്കാൻ കവിതകൾ എഴുതിയ, സ്നേഹത്തിൻ്റെ കവിതകൾ എഴുതിയ ഇടപ്പള്ളി രാഘവൻ പിള്ള, എനിക്ക് പാട്ടുപാടുവാൻ ആഗ്രഹമുണ്ട്, എൻ്റെ മുരളി തകർന്നുപോയി എന്ന് അവസാനമായി ഒരു കുറിപ്പെഴുതി വെച്ചിട്ട് പാതിരാത്രി 12 മണിക്ക് കുളിച്ച് വെള്ളയിട്ട് വലിയൊരു പൂമാല കഴുത്തിലിട്ട് കാമുകിയുടെ വിവാഹത്തിൻ്റെ തലേരാത്രി കൃത്യം 12 അടിച്ചപ്പോൾ ആത്മഹത്യ ചെയ്തു. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ചങ്ങാതി? ഒരൊറ്റ കാര്യം മാത്രം. ഈ ലോകത്ത് വലിയ മനുഷ്യരെന്ന് വിളിച്ച ഒരുപാട് പേർക്ക് അവരുടെ സങ്കീർണതകളിൽ അവരെ സൗഖ്യപ്പെടുത്താൻ അവർ വിശ്വസിച്ച പ്രത്യയശാസ്ത്രങ്ങൾക്ക്, അവർ വിശ്വസിച്ച ഇസങ്ങൾക്ക്, അവർ വിശ്വസിച്ച തത്വസംഹിതകൾക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ പുസ്തകമുണ്ടല്ലോ, ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ഈ പുസ്തകമുണ്ടല്ലോ, ഇത് നമുക്ക് തരുന്നൊരു സൗഖ്യമുണ്ട്, ഇത് നമുക്ക് തരുന്നൊരു ബലമുണ്ട്. അതുകൊണ്ടാണ് അതിലെ മനോഹരമായൊരു വാക്യം ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ബാക്കി പറ. പോരാ, ഇത് പോരാ. നിങ്ങൾ സിനിമ കാണുന്നത് പോലെ ഇരിക്കുകയാണ് ഇവിടെ പലരും. പറ്റുകയില്ല, ഞാൻ സമ്മതിക്കുകയില്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടന കോവിഡിന് തൊട്ടു മുമ്പുള്ള വർഷം പഠിക്കാനെടുത്ത രോഗം ക്യാൻസർ അല്ല, ഹൃദ്രോഗമല്ല, ഒന്നുമല്ല, വിഷാദ രോഗമാണ്, ഡിപ്രഷൻ.
വിഷാദരോഗം. ലോകത്ത് ഇന്ന് വിഷാദരോഗികളുടെ എണ്ണം കൂടുകയാണ്. 30 കോടിയിലധികം പേർ ലോകത്ത് വിഷാദരോഗികളാണ്. പടിഞ്ഞാറേ തെരുവിലും ഉണ്ടാവും. ചിരിക്കാത്തവർ, അധികം സംസാരിക്കാത്തവർ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർ, എല്ലാത്തിനോടും കലഹിക്കുന്നവർ ഇവിടെ ഉണ്ടാവും. ലോകത്ത് 30 കോടിയിലധികം പേർ വിഷാദരോഗികളാണ്. ലോകാരോഗ്യ സംഘടന ആ രോഗത്തെ പഠിക്കുമ്പോൾ അവരതിന് കൊടുത്തൊരു ക്യാമ്പയിൻ ഇതാണ്: ലെറ്റ്സ് ടോക്ക്. സംസാരിക്കുക. നിന്റെ ഭാരം ആരോടെങ്കിലുമൊക്കെ പറയുക. നിന്റെ സങ്കീർണതകൾ ആരോടെങ്കിലുമൊക്കെ പുറത്തിറക്കി കൊടുക്കുക. ഇന്ന് രാത്രി എനിക്ക് 2 കൊച്ചു കാര്യം പറയാനുണ്ട് കേട്ടോ. 2 കൊച്ചു കാര്യം പറയാനുണ്ട് കേട്ടോ. ഒന്ന്, നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ട 2 ചെറിയ പദങ്ങൾ. എൻ്റെ സ്നേഹിതരെ, ഇത് നമുക്ക് തരുന്നൊരു ഔഷധമാണ്. അത് പറയാനാണ് ഞാൻ ഈ വാക്യമെടുത്ത് ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. ജീവിതത്തിൽ ഭാരമേറുമ്പോൾ, ഉള്ളിലെ മുറിവിൽ നിന്നും ചോരയൊലിക്കുമ്പോൾ, ചങ്കു പറയുമ്പോൾ, ഹൃദയം ഭാരപ്പെടുമ്പോൾ, കുഞ്ഞേ, നാം നമ്മോട് തന്നെ പറയാൻ 2 ചെറിയ പദങ്ങൾ. അത് ഇന്ന് രാത്രി ഇവിടെ കരയുന്ന ഹൃദയങ്ങളുണ്ടെങ്കിൽ, ഇവിടെ കേഴുന്ന മാനസങ്ങളുണ്ടെങ്കിൽ സ്വയം പറയണം. 2 കൊച്ചു വാക്കുകൾ. അത് പറയണം. അത് പറയാനാണ് ഈ രാത്രി. ഒന്ന്, നാം നമ്മോട് തന്നെ പറയാൻ. നമ്മുടെ ഭാരങ്ങളിൽ, നമ്മുടെ കണ്ണീർ കടലുകളിൽ, നമ്മുടെ വേദനയുടെ നീർച്ചുഴികളിൽ, മുഖം വാടുമ്പോൾ, ജീവിതത്തോട് വിരക്തി തോന്നുമ്പോൾ, വിഷാദത്തിൻ്റെ കയങ്ങളിലേക്ക് വീഴുമ്പോൾ നാം നമ്മോട് തന്നെ പറയേണ്ട 1-ാമത്തെ വാക്കിതാണ്: ഐ ആം യുണീക്ക്. ഞാൻ അനന്യനാണ്. നിങ്ങൾ കേൾക്കൂ, ഞാൻ അനന്യനാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ഒന്നും അധികം ഇരിപ്പിയല്ല. ചോദിച്ചോട്ടെ, അനന്യൻ എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? അയ്യോ, ഈ വയലുവരമ്പേലെ സ്കൂളിലൊക്കെ പഠിച്ചവർ ഇവിടെ ഇരിപ്പില്ലേ? ഇംഗ്ലീഷ് മീഡിയം ഒന്നും ആയിരുന്നില്ലല്ലോ. അനന്യൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പറയൂ, തെറ്റിക്കോട്ടെന്നേ. കൊച്ചു പിള്ളേർ താടി കൈ കൊടുത്തിരിക്കരുത് കേട്ടോ, വലിയ വിഷമം തോന്നും. അനന്യൻ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? അന്യനല്ലാത്തവൻ എന്നൊരു ഉത്തരം പറഞ്ഞു. പറയുന്നേ, കരമൊന്നും കൊടുക്കണ്ട ഇവിടുത്തെ പഞ്ചായത്തിൽ തെറ്റിയാല്. പറയൂ, ഞാൻ പറയാം. ഒന്നുപോലെ മറ്റൊന്നില്ലാതാകുമ്പോഴാണ് അതിനെ വിളിക്കുന്ന പേരാണ് അനന്യത. സങ്കീർത്തനം പറയും, ദൈവമേ, ഓ ഗോഡ്, യു ആർ യുണീക്ക്. നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കില്ല. അപ്പം ഞാനിത് പറഞ്ഞത് എന്താണെന്നറിയാം? നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ട 1-ാമത്തെ പദമാണ്, 1-ാമത്തെ വാക്കാണ്: ഞാൻ അനന്യൻ. ഐ ആം യുണീക്ക്. അല്ലെങ്കിൽ യുണീക്ക് കോൺഷ്യസ്നെസ് എന്ന് പറയും. അനന്യതാബോധം. എന്താ ഇതിൻ്റെ അർത്ഥം? നിങ്ങളൊന്ന് ചിന്തിച്ചോളൂ. ഒരുപോലെ 9 പേരുണ്ടെന്ന് ആരോ പണ്ട് കള്ളം പറഞ്ഞിട്ടുണ്ട്. ഒരുപോലെ ലോകത്ത് വേറെ ആരുമില്ല. ഉണ്ടോ? ഇപ്പം നമ്മളൊരു പെർഫ്യൂം മേടിക്കാൻ ഒരു കടയിൽ കയറി നിന്നിരിക്കട്ടെ. ലോകത്തെ ഏറ്റവും വലിയ ലുലു കയറിയാലും എത്ര തരത്തിലുള്ള പെർഫ്യൂം കിട്ടും? സ്പ്രേ ഓരോന്നും അടിച്ചിട്ടിങ്ങനെ എത്ര തരത്തിലുള്ളതുണ്ടാവും? പരമാവധി 50ഓ 60ഓ കൂടുതലൊന്നും കാണില്ല. മണം ഉണ്ടോ? ഇല്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ പോലും ഗന്ധം ലോകത്ത് അന്റാർട്ടിക്കയെ പോലും ആർക്കും ഇല്ല. ഇതാണ് അനന്യത. നിനക്ക് മാത്രമായി ദൈവം ഒരു ഗന്ധം കരുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പോലീസ് നായ നമ്മുടെ പുറകെ കൃത്യമായിട്ട് വരാൻ പോകുന്നത്. വേറൊരു കാര്യം പറയാം. ഇതെന്താണ്? തമ്പ്. ഇതിനകത്ത് തന്നെയാണ് ഫിംഗർ പ്രിന്റ്. ലോകത്ത് ഏത് എയർപോർട്ടിൽ പോയാലും, ഏത് ആധാർ എടുത്താലും, ഇത് ആഫ്രിക്കയുടെ മൂലയ്ക്ക് ഗോത്രവർഗത്തിൽ താമസിക്കുന്ന ഒരാൾക്ക് പോലും സുഹൃത്തെ ഇല്ല. ഉണ്ടോ? ഇല്ല.
ഇതാണ് അനന്യത. ലോകത്ത് 800 കോടി മനുഷ്യർ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, പടിഞ്ഞാറെ തെരുവുകാരെ, താങ്കൾ ചിരിച്ചതുപോലെ, താങ്കൾ കരഞ്ഞതുപോലെ, താങ്കൾ അലഞ്ഞതുപോലെ, താങ്കൾ നുറുങ്ങിയതുപോലെ, താങ്കൾ കടന്നുപോയ വഴികളിൽ ലോകത്താരും കടന്നുപോയിട്ടില്ല. ഈ ഗുരുത്വവും ഗുരുത്തക്കേടും എല്ലാം കൂടെ വെച്ചൊക്കെ നോക്കിയാൽ ഈ സൈസ് ഒരെണ്ണത്തിനെ എവിടെങ്കിലും കിട്ടുമോ? ഇത് പടിഞ്ഞാറെ തെരുവിൽ മാത്രമുള്ള ഐറ്റം അല്ലേ? ഈ സൈസ് ഒരെണ്ണത്തിന് ലോകത്ത് എവിടെങ്കിലും കിട്ടുമോ? ഇല്ല. ഇത് ഇതുപോലെ ഇവിടെ മാത്രം കിട്ടുന്നൊരു സൈസാ. ഇതാണ് അനന്യത. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാണ്, ചുരുക്കത്തിൽ എൻ്റെ ചങ്ങാതി, ആവർത്തനമില്ലാത്ത ഒന്നാണ് താങ്കൾ. ഇന്ന് രാത്രി നമ്മളോട് പറ, ഞാനൊരു വേസ്റ്റാണ്, ഞാൻ യൂസ്ലെസ് ആണ്, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാനൊരു പാഴ്ജന്മമാണ്, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് ചോദിക്കുന്നവർക്ക് സ്വയം പറയണം, 2023 വരെ എന്നെ പോലെ ഒരാൾ ഉണ്ടായിട്ടില്ല, ഇനിമേൽ ഉണ്ടാകുകയുമില്ല. ഇതാണ് ഇവിടെ ഇരുന്നു കൊണ്ട് സ്വന്തം ചങ്കിനോട് പറയേണ്ട കാര്യം. ചങ്കെന്ന് വെച്ചാൽ ഇന്ന് പിള്ളേർ വേറെ ആരെങ്കിലുമൊക്കെ വിചാരിക്കും. അല്ല മക്കളെ, സ്വന്തം ഹൃദയത്തോട് പറയേണ്ട കാര്യം. എന്ത്? ഞാൻ, ആ വാക്കൊന്ന് പറഞ്ഞ ഞാൻ പോരാ, ഉറക്കെ പറഞ്ഞോളൂ. മനുഷ്യന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ 139 സങ്കീർത്തനം എടുത്തോ വായിച്ചാൽ മതി, നമ്മുടെ കണ്ണ് നിറയും. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ, എൻ്റെ നടപ്പും കിടപ്പും നീ, എൻ്റെ നിരൂപണമൊക്കെയും നീ ദൂരത്ത് നിന്ന്, എൻ്റെ വഴികളൊക്കെയും നിനക്ക്. എൻ്റെ പൊന്നു കർത്താവേ, എൻ്റെ ചെറിയ ചലനങ്ങൾ പോലും അറിയുന്നൊരപ്പനുണ്ട് എന്ന് ഇവിടെ ഇരുന്ന് ഒന്ന് ഉറപ്പിച്ചേ. എന്നിട്ട് പറ, എന്നെ പോലെ ലോകത്ത് മറ്റാരും, ഉറക്കെ പറയൂ. പറയാറില്ല യൂസ്ലെസ് എന്ന്, ഇനി പറയരുത്. ഇടയ്ക്കൊരു ഡി കൂടെ ഇട്ടോണം. അപ്പൊ എങ്ങനെ വായിക്കണം? ഐ ആം യൂസ്ലെസ് എന്ന് പറയരുത്, ഇടയ്ക്കൊരു ഡി ഇടണം. അപ്പൊ എങ്ങനെ വായിക്കും? യൂസ്ഡ്ലെസ്. യൂസ്ഡ്ലെസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇവിടെ ചെറുപ്പക്കാർ ഒത്തിരി ഇരിക്കുന്നല്ലോ, ദൈവത്തിന് സ്തോത്രം. ചെറുപ്പക്കാർ ഒത്തിരി ഇരിക്കുന്നു, സന്തോഷമാണ്. യൂസ്ഡ്ലെസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എൻ്റെ കർത്താവേ, കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? യൂസ്ഡ് ലെസ് എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ്ലെസ് എന്ന് പറയരുത്, ഐ ആം യൂസ്ഡ്ലെസ്. എന്നെ തന്നെ ഞാൻ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാൻ ഇനിയും എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല, ഞാൻ ഇനിയും എന്നെ കണ്ടെത്തിയിട്ടില്ല, ഞാൻ ഇനിയും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് പടിഞ്ഞാറെ തെരുവുകാരെ, ദൈവമുണ്ട് എന്നിനി മേലിൽ പറയരുത്. എന്നെ വൃത്തികേടാച്ചോ പറയുന്നത്? CD രാജനച്ഛൻ ഒരു അച്ഛനെ വിളിച്ചു വരുത്തിയിട്ട് പറയാണ്, ദൈവമുണ്ട് എന്ന് പറയല്ലേ. അത് ലോകത്താർക്കും അറിയാം, പിശാചിന് പോലും അറിയാം. അങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടാവത്തില്ല. മറിച്ച് ഇനിമേൽ പറയേണ്ടത് ഇങ്ങനെയാണ്, ദൈവമുണ്ടല്ലോ. ഇതിലേതാണ് ബലം തരിക നമുക്ക്? ജീവിതത്തിൻ്റെ ഭാരങ്ങളിൽ ചങ്കില് കൈവച്ചിട്ട് പറയണം, എനിക്കെൻ്റെ ദൈവം, ഉറക്കെ പറഞ്ഞേ, എനിക്കെൻ്റെ ദൈവം. ഈ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെങ്കിലും ഹൃദയത്തോട് വലങ്കൈ ഒന്ന് ചേർത്ത് പിടിച്ചേ. അതൊന്നും നമുക്ക് ശീലമില്ലാത്ത കാര്യം. മക്കളെ കൈയെടുത്ത് നെഞ്ചത്തൊന്ന് വെച്ചേട കൂട്ട, അമർത്തി വെച്ചോളൂ. നമ്മൾ സൺഡേ സ്കൂളുകളിലൊക്കെ ഇതൊക്കെ പഠിപ്പിക്കേണ്ട കാര്യമാണ്, അല്ലേ? എന്നിട്ട് പറ, എൻ്റെ ദൈവമുണ്ടല്ലോ എന്ന് പറ. നാണിക്കാതെ പറയൂ, അത് മതി. ഇനിമേൽ പടിഞ്ഞാറെ തെരുവുകാർ പറയരുത് ദൈവമുണ്ട്, മറിച്ച് എന്ത് പറയണം? ദൈവമുണ്ടല്ലോ. ഇതാണ് കോൺഷ്യസ്നെസ് ഓഫ് യുണീക്ക്നെസ് എന്ന് പറഞ്ഞാൽ, എന്നെ പോലെ ലോകത്ത് മറ്റാരും, അതുകൊണ്ട് എന്നെ കൊണ്ട് എൻ്റെ ദൈവത്തിനൊരു നിയോഗമുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ പത്രോസ് അപ്പോസ്തലൻ പറയാണ്, കാസ്റ്റിംഗ് ഓൾ യുവർ ആൻസൈറ്റീസ് ഓൺ ഹിം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 3.5 വർഷം താൻ അനുഭവിച്ച കണ്ണീര്, സങ്കടം, വേദന, അല്ലേ? തമ്പുരാനെ ബലപ്പെടുത്തിയത് എന്തെന്നറിയാം? തമ്പുരാൻ തുടങ്ങിയത് അപ്പന വിളി കേട്ടോണ്ടാ, നിർത്തിയതും അങ്ങനെയാണ്. ശരിക്കും പരസ്യ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ 40 ദിവസം ഉപവസിച്ചില്ലേ?
ഉപവസിച്ചിട്ട് വിശന്ന് പണ്ടാരടങ്ങി നിന്നപ്പോൾ പിശാച് പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട്, ഉറക്കെ പറ, കല്ലിനോട്. അങ്ങനൊന്നും അല്ല പറഞ്ഞേ, ഇത്തിരി വൃത്തിക്കും എനിക്കും എഴുതിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ചുണയുള്ള അപ്പൻ്റെ മോനാണെങ്കിൽ ഈ കല്ലിനോട്. അതൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്, അതൊരു വെല്ലുവിളിയാണ്. അപ്പന് വിളിക്കുക എന്നുള്ളതൊരു നല്ല കാര്യമാണോ? അപ്പന് വിളി കേൾക്കുക ആർക്കും ഇഷ്ടമല്ല. വിശന്ന് നിൽക്കുമ്പോൾ അപ്പന് വിളി കേൾക്കുക, ഓ അങ്ങനെയാ കർത്താവ് തുടങ്ങി. ചുണയുള്ള അപ്പൻ്റെ മോനാണെങ്കിൽ ഈ കല്ലിനോട്. കർത്താവ് ഇങ്ങനെ കൂളായിരുന്നു. ഇനി നിർത്തിയപ്പോഴോ, ക്രൂശിൽ കിടന്നപ്പോൾ താഴെ കൂടെ പോയൊരു പാർട്ടി പറഞ്ഞു: നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. അതും അങ്ങനെയൊന്നുമല്ല. ചുണയുള്ള അപ്പൻ്റെ മോനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒരു തലവേദനയെങ്കിലും എടുത്തിരിക്കുമ്പോൾ നമ്മൾ അപ്പന് വിളി, അല്ലെങ്കിൽ കുറച്ചുകൂടെ പച്ചയ്ക്ക് പറയാം, വേണ്ട, ഈ തലവേദനയെങ്കിലും എടുത്തിരിക്കുമ്പോൾ നമുക്കൊരു അപ്പന് വിളി കിട്ടിയ എന്തുമായിരിക്കും റിയാക്ഷൻ? പറയുന്നേ, ഓ ഈ തല തുണിയൊക്കെ ഇട്ടിരുന്നുകൊണ്ട് മോക്ഷയാത്രയാണിത്, ആ പാട്ട് പാടുവോ? ഇല്ല. നമ്മുടെ തനി കോണം നമ്മളവിടെ ഇറക്കും അല്ലേ? അങ്ങനെയാണ് ഒരൊറ്റ മുറിവായി വേദനിച്ച് ചങ്ക് പറഞ്ഞിരിക്കണ ഒരാൾ പറയാണ് അപ്പന് വിളി കിട്ടിയപ്പോൾ. ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട്, അപ്പന് വിളി കേട്ടുകൊണ്ട് തുടങ്ങിയും അപ്പന് വിളി കേട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് ആര്? കർത്താവ്. ഈ വേദനകളുടെ മധ്യേ തമ്പുരാനെ ബലപ്പെടുത്തിയത് എന്താ? അതുകൊണ്ട് നിങ്ങൾ ഓർത്തോണം, പള്ളിക്ക് വേണ്ടി ചീത്തവിളി കേൾക്കുകയോ ദൈവ ശുശ്രൂഷ ചെയ്യുമ്പോൾ പരിഹസിക്കപ്പെടുകയോ ചെയ്താൽ ഈ അച്ഛൻ പറഞ്ഞത് ഓർത്തേച്ചാൽ മതി. ഇങ്ങനെ ഒരു അപ്പന് വിളി കേട്ട് തുടങ്ങി അവസാനിപ്പിച്ച ഒരാളുടെ പുറകെയാണ് നമ്മൾ പോവുക. ആ കുരിശിലേക്കൊന്ന് നോക്കിയാൽ മതി. കേൾക്കണ ഏത് ചീത്തവിളിക്കും നമുക്കൊരു മറുപടി ഉണ്ടാവും, ദൈവം തരും. ഇങ്ങനെ കിട്ടിയ ഒരാൾ കർത്താവിന് അതിനെയൊക്കെ അതിജീവിക്കാൻ ബലം നൽകിയത് 2 അക്ഷരമാണ്. ഏത് 2 അക്ഷരമാണെന്നറിയാം? യോർദാൻ നദിയിൽ സ്നാനമേൽക്കുമ്പോൾ മേളിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി: ഇവനെൻ്റെ സ്വന്തം, മൈ ബിലവഡ്. സ്വന്തം. ഈ 2 അക്ഷരം ഇത്രമാത്രം തണുപ്പിക്കുന്നൊരു വാക്കുണ്ടോ? അല്ലെങ്കിൽ പടിഞ്ഞാറേ തെരുവിൽ ഞാൻ ചോദിക്കട്ടെ, കത്തെഴുതിയിട്ടുണ്ടോ? ലെറ്റർ ഇല്ല. എല്ലാം വീഡിയോ കോളാണോ? പ്രായമുള്ളവരൊക്കെ ഇവിടെ ഇങ്ങനെ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കാതെ പറ, കത്തെഴുതിയിട്ടുണ്ടോ? പണ്ട് പഴയ കത്ത് വല്ലതും ഇരിപ്പുണ്ടോ? കുടുംബകലകം ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് അച്ചായൻ ആന്ധ്രാപ്രദേശിലോ ബോംബെയിലോ ഒക്കെ ഉള്ളപ്പോൾ എഴുതിയ കത്താണ്, വേറൊന്നല്ല കേട്ടോ. പഴയത് വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കിയേ. നമ്മൾ കത്തെഴുതി തുടങ്ങിയത് എങ്ങനെയാ? ആ 75 പൈസ, എൻ്റെ ഓർമ്മയിൽ പഴയ വില അതാ, 15 പൈസയൊക്കെ ഓർമ്മയുണ്ടാവും. പഴയ ഇളം നീല നിറമുള്ള ഒരു പേപ്പറില്ലേ, കത്തെഴുതി തുടങ്ങിയത് എങ്ങനെയാ? ഓ മിണ്ടുകയല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് എന്നാ ഭക്തിയായിരുന്നല്ലേ. പിന്നെ എത്രയും പ്രിയപ്പെട്ട എൻ്റെ ഇച്ഛായൻ അറിയുന്നതിന്. അതായിരുന്നു ആദ്യത്തെ വരി. പിന്നെയോ, അവിടെ സുഖമെന്ന് വിശ്വസിക്കുന്നു, ഇവിടെയും സുഖം തന്നെ. എന്തൊരു ഔപചാരികതയായിരുന്നു അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇപ്പോൾ ഓർക്കാൻ വലിയ മനസ്സ് കാണുകയല്ല, എന്നാൽ ഓർത്ത് നോക്കിക്കേ. 5-6 വരി ഫോർമലായിരുന്നു അല്ലേ? 5-6 വരി കഴിഞ്ഞപ്പോഴോ, പശുവിന് വെള്ളം കൊടുത്തതും ആട് പ്രസവിച്ചതും റബ്ബറിൻ്റെ കമ്പ് ഒടിഞ്ഞതും ബാത്റൂമിൻ്റെ ഓട് പൊട്ടിയതും ഒക്കെ നമ്മൾ എഴുതിയില്ലേ? കുനുകുനുകുനുകുനുകുനുകുനുകുനാന്നും പറഞ്ഞ് എഴുതിയിട്ട്, ഇത് ഇല്ലൻ്റെ മറുവശം എഴുതിയിട്ട് ഇത് തിരിച്ചു വെക്കുമ്പോൾ 2 വരി എഴുതാൻ വലിയ പുള്ളികളാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്നത്, ഇതൊന്നും ഓർക്കുകയല്ല. 2 വരി എഴുതാനൊരു സ്ഥലം ഇല്ലേ? അവിടെയും എഴുതി. എന്നിട്ട് നമ്മൾ ഈ കത്ത് അവസാനിപ്പിച്ചപ്പോൾ അവസാനം എഴുതി. എങ്ങനെ അവസാനിപ്പിച്ച്? എന്ന് ഇച്ഛായൻ്റെ, ഓ പറയുന്നേ, എന്ന് ഇച്ഛായൻ്റെ സ്വന്തം. പിള്ളേർ പറയുന്നുണ്ട്, നിങ്ങൾ പറയാത്തതുകൊണ്ട്. ആ കത്ത് കഴിഞ്ഞിട്ട് അടുത്തൊരു കത്ത് വരണമെങ്കിൽ എത്ര നാൾ കഴിയണം? 3 മാസമൊക്കെ കഴിയണം. 1 മാസമല്ല, 3 മാസം. അടുത്ത കത്ത് വരെ മനസ്സിനെ തണുപ്പ്. ഇപ്പം ഈ ഒരുമിച്ചുണ്ടായതുകൊണ്ടാണ് വില സ്നേഹമൊന്നും ഇല്ലാത്തത്. ചിലത് തല കുലുക്കുന്നുണ്ട്, പറയച്ചോ. അവസാനം എഴുതിയ 2 അക്ഷരമുണ്ടല്ലോ, സ്വന്തം. ആ വാക്കിനോളം തണുപ്പ് നൽകിയ മറ്റൊരു പദം ആ കത്തിനകത്തില്ല. ഏതൊരു ജീവിതത്തിനും ബലപ്പെടാൻ ഈ 2 അക്ഷരം മതി, സ്വന്തം. ആർക്കെങ്കിലുമൊക്കെ സ്വന്തമാവുക, ആർക്കെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവനാകുക, ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ജീവിക്കുക അല്ലേ? എൻ്റെ തമ്പുരാനെ ബലപ്പെടുത്തിയ വാക്ക്, എൻ്റെ മക്കളെ, സ്വർഗത്തിലെ അപ്പൻ മോനോട് പറയാ, വെള്ളത്തിൽ നിൽക്കണ മോനോട് പറയാണ്, യോർദാൻ നദിയിൽ നിൽക്കുന്ന മോനോട് പറയാ,
എൻ്റെ സ്വന്തട നീ. യോർദാനിലെ ജലധാരയേക്കാൾ തണുപ്പുണ്ട പദത്തിന്. ആ തണുപ്പിലാണ് പുത്രൻ മുന്നോട്ടോടിയത്. ആ തണുപ്പിലാണ്. ആ തണുപ്പ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്തയിലാണോ എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്നെ കൈവിട്ടതെന്തെന്ന് ചോദിക്കാൻ ഒരുപക്ഷെ തുനിഞ്ഞതും. പോട്ടെ, ആ പദം നമ്മുടെ വിഷയമല്ല. ഞാൻ പറഞ്ഞത് അനന്യതാബോധം. ദൈവത്തിൻ്റെ സ്വന്തം കുഞ്ഞാ ഞാൻ, ഇങ്ങനെ പറയാൻ കഴിയുമോ? നമ്മളൊക്കെ ഓർക്കുക, ഇന്ന് രാത്രി പള്ളിയിലിരിക്കുമ്പോൾ ആസ് എ ക്രിസ്ത്യൻ വി ഹാവ് 4 പ്രിവിലേജസ്. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമുക്ക് 4 പദവിയുണ്ട്. ശ്രദ്ധിക്കണേ, ഓരോന്നും പറയണം. നമുക്ക് എത്ര പദവിയുണ്ട്? 1, വി ആർ എലക്റ്റഡ്. ഒന്ന് ഉറക്കെ പറയൂ, വി ആർ എലക്റ്റഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഉറക്കെ പറയൂ. ഞാൻ പണ്ടും പടിഞ്ഞാറെ തെരുവിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഈ മനോഹരമായൊരു അന്തരീക്ഷത്തിന് ശേഷം പ്രസംഗിക്കുമ്പോൾ നിങ്ങളൊക്കെ പള്ളി പോലെ മനോഹരമായി എന്ന് എനിക്ക് തോന്നുക. നന്നായി പ്രതികരിക്കുന്ന മനുഷ്യരെ കാണുന്നു. എലക്റ്റഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? തെരഞ്ഞെടുപ്പ്. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തതാണോ? പറയൂ. എന്നാ തെരഞ്ഞെടുത്ത? ഷമ്മാശൻ പാട്ടിന് ആമുഖം പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വാക്യം പറഞ്ഞിരുന്നു. യിരെമ്യാവ് 1:4 മറ്റും പറയും, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. അല്ലേ? നമ്മളെ ദൈവം തെരഞ്ഞെടുത്തു. പഴയ നിയമം നോക്കിയാൽ അങ്ങനെയാ. സങ്കീർത്തനം പറയും, നിയമിക്കപ്പെട്ട നാളുകളിൽ 139 ഒന്നുമില്ലാതിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നാൽ, എഫേസ് ലേഖനത്തിലേക്കൊക്കെ വന്നാൽ 1-ാം അധ്യായം 4-ാം വാക്യം പറയും, അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. അത് ആഴമുള്ള വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. വി ആർ എലക്റ്റഡ് ഇൻ ക്രൈസ്റ്റ്. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ. അയ്യോ, പഴയ പാട്ടാ. ജീവനെ തന്നല്ലോ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹ. ഒരു ഞരക്കമൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നു. പഴയ ആരാണ്ടൊക്കെ പാടുന്നു. ഏത് പാട്ടാ? യേശുവിൻ സ്നേഹത്താൽ. പഴയ പാട്ടൊക്കെ പഠിക്കണം കേട്ടാ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം മതി. എന്താ? ലോകസ്ഥാപനത്തിന് മുമ്പേ. അപ്പോ പറയണം, നമുക്ക് 4 പദവിയുണ്ട്. ഒന്നാമത്തെ എന്താ? വി ആർ. ഉറക്കെ പറയൂ, ശബ്ദം ഉയർത്തി പറയൂ. 2, വി ആർ സെലക്റ്റഡ്. പറയൂ. ഈ എലക്ഷനും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതെന്നാ വ്യത്യാസം? രണ്ടും തെരഞ്ഞെടുപ്പാണല്ലേ? അല്ല, ഞാൻ പറയാം. PSCയുടെ 6 റാങ്ക് ലിസ്റ്റ് പേരുണ്ട്, പക്ഷെ ജോലിയൊന്നും ഇതുവരെ അതിനകത്തുണ്ട്. എൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ, നാം എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാ, പക്ഷെ അതിനകത്തൊരു നിയോഗമുണ്ട്. അതാണ് സെലക്ഷൻ. നമുക്ക് 4 പദവിയുണ്ട്. 3-ാമത്തെ പദവി വി ആർ അപ്പോയിന്റഡ്. വി ആർ. ഉറക്കെ പറയൂ. അപ്പോയിന്റഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ശരിയാ, പറഞ്ഞോളൂ. നിയമിക്കപ്പെട്ടവരാണ്. നമുക്ക് വല്ല അപ്പോയിന്റ്മെന്റും ഉണ്ടോ ഇന്ന് സന്ധ്യയ്ക്ക്? പറയൂ. ഇല്ല. ഇന്ന് വൈകിട്ടൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടോ എന്നാ ചോദിച്ചേ. പറഞ്ഞാട്ടെ, ഉണ്ടോ? ഇല്ല. എന്ത് അപ്പോയിന്റ്മെന്റ്? നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിട്ടേ പോവുള്ളൂ. അപ്പോയിന്റ്മെന്റിന്റെ ഓപ്പോസിറ്റ് പദം എന്തുവാ? കുഞ്ഞുങ്ങൾ പറ. ഡിസപ്പോയിന്റ്മെന്റ്. ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? എല്ലാം ഇംഗ്ലീഷ് മീഡിയമാണ്. ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നിരാശ. ശരിയാണ്. ഞാൻ ചോദിക്കട്ടെ, തെറ്റല്ലേ? അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നിയമനമാണെങ്കിൽ
ഡിസപ്പോയിൻമെന്റ് എന്ന് പറഞ്ഞ നിരാശയാവുന്ന എങ്ങനെ? അതാണ്. അങ്ങനാണെങ്കിൽ അടുത്ത ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്, ഇന്ന് സന്ധ്യയ്ക്ക് ഡിസപ്പോയിൻമെന്റ് ഉണ്ടോ? എന്നാലും മിണ്ടുകയല്ല. ഇന്ന് സന്ധ്യയ്ക്ക് ഡിസപ്പോയിൻമെന്റ് അഥവാ നിരാശയുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ പറ ഡിസപ്പോയിൻമെന്റ് ഇല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് അപ്പോയിൻമെന്റ് ഉണ്ടോ? അത്ര മതി. ഇനി എനിക്ക് സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, അപ്പോയിൻമെന്റ് എന്ന് പറഞ്ഞാൽ കൊമ്പത്ത് അത്ഭുതമൊന്നുമല്ല. ഇന്ന് പകൽ നാം അനുഭവിച്ച കൃപയാണ്. ഇന്ന് സന്ധ്യയ്ക്ക് കരയാൻ കാരണം ഡിസപ്പോയിൻമെന്റ് നിനക്ക് ദൈവം തന്നിട്ടില്ലെങ്കിൽ യു ആർ അപ്പോയിന്റഡ്. ഇന്ന് സന്ധ്യയ്ക്ക് നിന്റെ വീട് കണ്ണീരിന്റെ കൂടാരമല്ലെങ്കിൽ യു ആർ അപ്പോയിന്റഡ്. ഇന്ന് സന്ധ്യയ്ക്ക് ആരോഗ്യമുള്ള മക്കൾ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ യു ആർ അപ്പോയിന്റഡ്. ഇന്ന് രാത്രി ജീവിതത്തിലൊരു കനത്ത ഭാരം നിന്റെ ചങ്കത്ത് വെച്ച് തന്നിട്ടില്ലെങ്കിൽ യു ആർ അപ്പോയിന്റഡ്. ഇന്ന് വൈകിട്ട് ആഴമായി നിന്റെ ഹൃദയം ഭാരപ്പെടുന്നില്ലെങ്കിൽ കുഞ്ഞേ, യു ആർ അപ്പോയിന്റഡ്. അങ്ങനെയെങ്കിൽ പറ, ആർ യു അപ്പോയിന്റഡ് ഓർ ഡിസപ്പോയിന്റഡ്? യെസ്. നമ്മുടെ മൂന്നാമത്തെ പ്രിവിലേജ് ആണ് വി ആർ. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് പറഞ്ഞോണം, ഇത്രയൊക്കെ ദൈവം തന്നില്ലേ. നാലാമത്തെ പദവി, വി ആർ അനോയിന്റഡ്. അതിൻ്റെ അർത്ഥം കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടാവും. വി ആർ അനോയിന്റഡ്. അനോയിന്റഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാം? അഭിഷേകം. എന്താ പറഞ്ഞേ? ഉറക്കെ പറഞ്ഞ വാക്കിന്റെ പവറിലൊന്ന് പറഞ്ഞേ. അഭിഷേകം. അനോയിന്റഡ്. ഉണ്ടോന്ന് എന്ന് കിട്ടി? ഞാൻ ചൂണ്ടിക്കാണിക്കുന്നെങ്കിലും പറ. മാമോദീസയിൽ കിട്ടി, ഇപ്പോഴും ഉണ്ടോ? പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മൾ നടക്കുക. ഒരുമാതിരി ഉണ്ടച്ചോ, അത്രയേ ഉള്ളൂ നമുക്ക്. ഞാൻ പറയട്ടെ, അതിൻ്റെ ലിറ്റർജിക്കൽ പെർസ്പെക്റ്റീവിലൊന്നും ഞാൻ പോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്തെ ഞാൻ ഇങ്ങനെയൊന്ന് പറയുക, നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് യു ആർ അപ്പോയിന്റഡ്. കൂട്ടുകാരിൽ പരമായി എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് നോക്കിക്കാൻ ഞാൻ പറയാം. അതിൻ്റെ അർത്ഥം ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ അങ്ങ് ചിന്തിക്കുക, ആർക്കുമില്ലാത്തൊരു സ്പെഷ്യൽ അനോയിൻമെന്റ് ചങ്ങാതി നിനക്ക് ദൈവം തന്നിട്ടുണ്ട്. അതാണ് നിന്റെ യുണീക്ക്നെസ്. നിന്റെ കൂട്ടുകാരിൽ പരമായി ആർക്കുമില്ലാത്ത ഒന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് പറയരുത് എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല. നിനക്ക് 4 സപ്ലി കാണും. 2 വിഷയത്തിന് പൊട്ടിക്കിടക്കുമായിരിക്കും. A+ ഒന്ന് കുറവായിരിക്കും. എന്നാലും എൻ്റെ പൊന്നുമോനെ, പൊന്നുമോളെ, നിന്നെ കൊണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഞാൻ പറയട്ടെ, ആർക്കുമില്ലാത്തൊരു പോരാട്ടം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആർക്കുമില്ലാത്തൊരു അഭിഷേകവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിലനിൽക്കാൻ പറ്റും. ആർക്കുമില്ലാത്തൊരു പോരാട്ടം നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ടെങ്കിൽ സ്നേഹിത, ആർക്കുമില്ലാത്തൊരു സ്പെഷ്യൽ അനോയിൻമെൻ്റ് ഉണ്ട്. അവനവൻ ചിന്തിച്ചാൽ മതി. നമുക്ക് ദൈവം എന്തൊക്കെയോ പ്രത്യേകതകൾ തന്നിട്ടില്ലേ? ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കല്ലേ, നിരാശയെക്കുറിച്ച് ചുമ്മാ ഭാരപ്പെടല്ലേ. ദൈവം തന്ന കൃപകളെ എണ്ണ്. പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഇത്രയും പോരെ മച്ചാനെ, അല്ലേ? ഇതൊക്കെ പോരെ ജീവിക്കാൻ? 4 പദവി ദൈവം തന്നിട്ടുണ്ട്. ഒന്നെന്താ? വി ആർ. ഈ ശബ്ദം പോരെ, ഉറക്കെ പറയണം. 2 വി ആർ. 3 വി ആർ. 4 വി ആർ അനോയിന്റഡ്. അല്ലേ? നമുക്ക് 4 പദവി ദൈവം. ഞാൻ പറയട്ടെ, നാം സ്നേഹിക്കപ്പെടുന്നു എന്നതല്ല വലിയ കാര്യം, നാം നമ്മളായിരുന്നിട്ടും സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് രാത്രി നമ്മെ കരുതാനും നമുക്ക് ഇന്ന് രാത്രി ചൂടുള്ള അത്താഴം വിളമ്പി തരാനും നമ്മളെ സ്നേഹിക്കാനും എത്ര പേരുണ്ട് നമുക്കല്ലേ? ഞാൻ പറയാ, നാം സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതല്ല വലിയ കാര്യം, നാം നമ്മളായിരുന്നിട്ടും, അല്ലേ? ഇത്രയൊക്കെ കുഴപ്പവും ഈഗോയും അടിപ്പണിയും പാരവെപ്പും എല്ലാ വേലത്തരവും നമ്മുടെ കയ്യിലുണ്ടായിരുന്നിട്ടും നാം നമ്മളായിരുന്നിട്ടും സ്നേഹിക്കപ്പെടുന്നു. അതല്ലേ വലിയ കാര്യം? അതെ, ഐ ആം യുണീക്ക്. വീണ്ടും പറയണം, ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താ മക്കളെ? കുഞ്ഞുങ്ങളോടാണ് എൻ്റെ ചോദ്യം. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താ? നയഗ്ര വാട്ടർഫാൾസ് ആണോ? ബുർജ് ഖലീഫയാണോ? ഈഫൽ ടവർ ആണോ? താജ്മഹലാണോ? ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താ? പലരെയും പുറകിലൊക്കെ ഇരിക്കുന്ന ചിലർ തലയൊക്കെ ചരിച്ചിരിക്കുന്നവരെ കണ്ടിട്ട് സ്തോത്രകാഴ്ച ഇടാൻ കൊണ്ടുവന്ന 2000 രൂപയുടെ നോട്ട് കളഞ്ഞു പോയ മട്ടിലാണ് ഇരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താ?
അവനവൻ്റെ ചങ്കത്ത് കൈവച്ചിട്ട് പറയണം, ഞാൻ ആരാ? ഞാൻ പറയും, ഇവിടെ ഇരിക്കുന്നവരൊക്കെ കോടീശ്വരന്മാരാണ്. ദേ ഈ ഇരിക്കുന്നവരൊക്കെ ലക്ഷപ്രഭുക്കളല്ലേ? സത്യമല്ലേ? കോടീശ്വരിമാരാണ് പുറകിൽ കസേരയിലൊക്കെ ഇരിക്കുന്നത്. ഈ സൈഡിലിരിക്കുന്ന ലക്ഷപ്രഭുക്കളാ. ശരിയല്ലേ? അല്ലേ? ഞാൻ പറയട്ടെ, ഒരു ദിവസം 1,03,370 തവണ ഇടിക്കണൊരു ഹൃദയമില്ലേ? ലക്ഷല്ലേ? ഒരു ദിവസം 1,68,000 മൈൽ രക്തം ഒഴുകുന്നുണ്ട്. ഒരു സെക്കൻഡിൽ 25 ലക്ഷം പുതിയ ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. SBIയിലും ഫെഡറൽ ബാങ്കിലും കിടക്കുന്ന ആലോചിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കരുത് കോടീശ്വരനാണെന്ന് പറഞ്ഞ്. ഞാൻ ഈ പറഞ്ഞത് ആലോചിച്ചോ? ഇതൊക്കെ ലക്ഷത്തിൻ്റെ കണക്കാ, ഇതൊക്കെ കോടിയുടെ കണക്കാ. 206 അസ്ഥികൾ, 639 മസിൽസ്, 4448 ഞരമ്പുകൾ, മാങ്ങാണ്ടി പോലെ ഇരിക്കേണ്ട 2 സാധനം ഉണ്ടല്ലോ. എന്താ? കിഡ്നി. രണ്ടും ഉണ്ടോ? ഒരു ദിവസം 180 ലിറ്റർ രക്തം ശുദ്ധീകരിക്കുന്നില്ലേ? സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. എന്താ? ശ്വാസകോശം. ഒരു ദിവസം 1100 ലിറ്റർ ഓക്സിജൻ പിടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുക. മൂക്കിൻ്റെ തുമ്പത്ത് ഹൈഡ്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്, ആർഗൻ ഉണ്ട്, മീഥൈലുണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. ഓക്സിജൻ മാത്രം പിടിച്ചു കയറ്റാൻ നിന്റെ മൂക്കിൻ്റെ തുമ്പത്ത് അരിപ്പ വെച്ച് തന്നത് ആരാണ്? ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം ആരങ്ങൾ പറ? ദൈവം. അതെ, അവനവൻ്റെ ചങ്കത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റണം, ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം അവനവൻ തന്നെയാണ്. അതിൽ വലിയൊരു അത്ഭുതം ഈ രാത്രി നമ്മളിങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് വലിയ കാര്യം. നമ്മളെക്കാൾ ഭേദപ്പെട്ട എത്രയോ മനുഷ്യരുടെ ചരമ വാർത്ത ഇന്ന് രാവിലത്തെ പത്രത്തിലുണ്ടായിരുന്നു. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവര്. എന്നിട്ടും ഇന്ന് രാത്രി നമ്മളിങ്ങനെ ലോകത്തെ വലിയ അത്ഭുതം ഞാനാ എന്ന് പറയണം. നമുക്ക് പറക്കാൻ സുന്ദരമായ സ്ഥലം തന്നില്ലേ? നമ്മുടെ അയൽപക്കത്തെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വളരെ മോശമാണ് നമ്മുടെ അയൽവക്കക്കാര്. അയ്യോ, നിങ്ങളുടെ അപ്പുറത്തെ വീടിന് മതിലിനപ്പുറത്തോട്ട് തലവൊക്കെ നോക്കരുത്, അവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞൊരു. വ്യാഴം അങ്ങനെ കയറി ചിന്തിച്ചോണം, നമ്മുടെ അപ്പുറത്തെ ഗ്രഹമാണ്. കഴിഞ്ഞ 400 വർഷമായി അതിശക്തമായി പൊടിക്കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. എവിടെ? വ്യാഴത്തിൽ. നെപ്റ്റ്യൂൺ നമ്മുടെ അപ്പുറത്തെ ഗ്രഹമാണ്. നെപ്റ്റ്യൂണിൻ്റെ പ്രത്യേകത, കാറ്റിൻ്റെ വേഗം മണിക്കൂറിൽ 3600 കിലോമീറ്റർ. ശുക്രൻ നമ്മുടെ അപ്പുറത്തെ ഗ്രഹമാണ്. സൾഫ്യൂറിക് ആസിഡ് മഴ പോലെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ശനി നമ്മുടെ അപ്പുറത്തെ ഗ്രഹമാണ്. ശനിയുടെ അപഹാരമല്ല ശനി. അവിടെ ദ്രാവക മീഥൈനാ പെയ്തുകൊണ്ടിരിക്കുന്നത്. ചുറ്റും കുഴപ്പമാണ്. അപ്പോഴാണ് ഇവിടെ ഒരു ചാറ്റമഴ പെയ്യുമ്പോഴേ കുടയമടക്കി അകത്ത് കയറുന്നത്. കാലാവസ്ഥ പ്രതികൂലമാണത്രേ. അല്ല പ്രിയപ്പെട്ടവര്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹം എണ്ണിയെടുത്താൽ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ഭയങ്കരമാ. അങ്ങനെ ഓരോന്നും ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട കാര്യം നമ്മുടെ സമയമാണ്, അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, 365 ദിവസങ്ങൾ, 8760 മണിക്കൂറുകൾ, 5,25,600 മിനിറ്റുകൾ, 3,15,36,000 സെക്കൻഡുകൾ ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക്, അല്ലേ? ഒരു വർഷം. കോടീശ്വരന്മാരല്ലേ? സമയത്തിൻ്റെ വില അറിയണമെങ്കിൽ, ഒരു വർഷത്തിൻ്റെ വില അറിയണമെങ്കിൽ ഫൈനൽ ഇയറിൽ ഒരു വിഷയത്തിന് സപ്ലി അടിച്ചവനോട് ചോദിക്കണം. ഇവിടെ ഉണ്ടോ? അച്ചോ, ഞങ്ങൾ ഒരു വിഷയമായിട്ട് എടുക്കുകയല്ല. ഒരു വിഷയത്തിന് സപ്ലി അടിച്ചവനോട് ചോദിച്ചാൽ മതി, അവൻ പറഞ്ഞു തരും ഒരു വർഷത്തിൻ്റെ വില. ഒരു മാസത്തിൻ്റെ വില അറിയണമെങ്കിലോ, മാസം തികയാതെ 7-ാം മാസത്തിലോ മറ്റോ ഒരു കുഞ്ഞിനെ നൊന്ത് പറ്റിട്ട് അതിനെ ഇങ്ങനെ ഒരു കൊച്ചു കണ്ണാടിക്കൂട്ടിൽ വെച്ചിട്ട് 10 ഗ്രാം തൂക്കം കൂടാൻ വേണ്ടി, അതിൻ്റെ നിറമൊന്ന് മാറാൻ വേണ്ടി മാസം എണ്ണിയെടുക്കുന്ന ഒരു സ്ത്രീയോട് ചോദ്യര്, അവൾ പറഞ്ഞു തരും ഒരു മാസത്തിൻ്റെ വില. ഒരു മണിക്കൂറിൻ്റെ വില അറിയണമെങ്കിൽ പരീക്ഷ ഹാളിലിരിക്കുന്ന ഒരു കുട്ടിയോട് ചോദ്യര്, അവൾ പറഞ്ഞു തരും ഒരു മണിക്കൂറിൻ്റെ വില. ഒരു മിനിറ്റിൻ്റെ വില അറിയണമെങ്കിൽ, ഒരു മിനിറ്റിന് ട്രെയിനോ ഫ്ലൈറ്റോ നഷ്ടപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അവർ പറഞ്ഞു തരും ഒരു മിനിറ്റിൻ്റെ വില. ഒരു സെക്കൻഡിൻ്റെ വില അറിയണമെങ്കിലോ, 9.58 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടി തീർത്ത അത്ലറ്റിക്സിന്റെ മഹാരാജാവ് ഉസൈൻ ബോൾട്ടിനോടൊന്ന് ഫോൺ ചെയ്ത് ചോദ്യര്. അതിനി കാനഡയ്ക്ക് വിളിക്കണമെങ്കിൽ വേണ്ട, PT ഉഷ ചേച്ചിയോട് ചോദ്യര്. പുള്ളിക്കാർ പറഞ്ഞു തരും സെക്കൻഡിന്റെ 100ൽ 1 അംശത്തിന് ഒളിമ്പിക്സിൽ ഹർഡിൽസിൽ വെങ്കലം നഷ്ടപ്പെട്ട പഴയ കഥ. സമയം ദൈവം തന്നിരിക്കുന്ന വലിയ ദാനങ്ങൾ, ദൈവം തന്നിരിക്കുന്ന വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ ജീവിതം വലുതാകണോ ചെറുതാകണോ? പറഞ്ഞാട്ടെ, ഇവിടെ നോക്കിക്കാട്ടെ, നമ്മുടെ ജീവിതം വലുതാകണോ ചെറുതാകണോ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ 8:30 തീരും, ഇല്ലേ പിന്നെയും പോവും. നമ്മുടെ ജീവിതം വലുതാകണോ ചെറുതാകണോ?
വലുതാകുകയാണ്. നല്ല ഉത്തരമാണ്. പക്ഷെ ഞാൻ പറയട്ടെ മക്കളെ, നമ്മുടെ ജീവിതം വലുതാകുകയല്ല, ചെറുതാകുക. നമ്മുടെ ജീവിതത്തെ ചെറുതാക്കുന്നത് എന്താ? 3 പിച്ചാത്തിയാ. ആ 3 പിച്ചാത്തിയും കൊണ്ട് പള്ളി വന്നിരിക്കുന്നവരിവിടെ ഉണ്ട്. നമ്മുടെ ജീവിതത്തെ ചെറുതാക്കുന്ന 3 പിച്ചാത്തിയും കൊണ്ട് ഈ പള്ളിക്കകത്തിരിപ്പുണ്ട് നിങ്ങൾ പലരും. കൺവെൻഷൻ കേൾക്കാൻ വന്നപ്പോൾ പിച്ചാത്തി കൊണ്ടുവന്നത് ആരാണ്? ഏതാണ് നമ്മുടെ ജീവിതത്തെ ചെറുതാക്കുന്ന പിച്ചാത്തി? ചുമരിൽ, ഇവിടെ ഉണ്ടാ? ഇല്ല, വച്ചിട്ടില്ല. നല്ല കാര്യമാണ്. ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കി കൊണ്ടു പറഞ്ഞു. എന്താ? ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കി കൊണ്ടു പറഞ്ഞു, മനുഷ്യാ നിൻ ജീവിത സമയം ചെത്തിമിനുക്കുന്നു, നിന്നുടെ മരണത്തിൻ സമയമളന്നു കുറിക്കുകയല്ലോ ഞാൻ. എന്താ മനസ്സിലായി? വാച്ചിലോട്ടൊന്ന് നോക്കിക്കേ. കൺവെൻഷൻ തീരാറായോന്നല്ല, ആ സൂചി നമ്മളോട് പറയാം, മനുഷ്യാ നിൻ ജീവിത സമയം ചെത്തിമിനുക്കുന്നു, നിന്നുടെ മരണത്തിൻ സമയമളന്നു കുറിക്കുകയല്ലോ ഞാൻ. ഇനി പറ, നമ്മുടെ ജീവിതം വലുതാകണോ ചെറുതാകണോ? ഉറക്കെ പറയൂ. യെസ്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നൊരു പരീക്ഷ ഹോള് പോലെയാണ്. കുട്ടികളുടെ പരീക്ഷ ഹോളല്ല, പഴയ അവിടെ ഇരിപ്പില്ലേ, പണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് 9ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയെന്ന് ഓർത്ത് നോക്കിക്കേ ആൻറ്റി. ജോഗ്രഫി ഹിസ്റ്ററിയുടെ പരീക്ഷയ്ക്ക് 10 മണിക്ക് കയറിയില്ലേ? നമ്മുടെ പിള്ളേരുടെ അത്രയൊന്നും പഠിക്കാതല്ലേ നമ്മൾ പോയത്? എന്തെല്ലാം പ്രാരാബ്ദങ്ങളിടയിലാണ് നമ്മൾ പോയതല്ലേ? അതിനകത്ത് കയറിയിട്ട് 10 മണിക്ക് മണിയടിച്ച് ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ ആദ്യം ചെയ്തതെന്താ? അയ്യോ, നമ്മളൊന്ന് കുരിശൊക്കെ വരച്ചു. എന്നാ ഭക്തിയെന്നറിയാം. ഗീവർഗീയ സഹതായും കൂടെയുള്ള പാമ്പിനെയും കുതിരയും ഒക്കെ ധ്യാനിച്ചങ്ങ്, എന്നിട്ട് കുരിശൊക്കെ വരച്ച് എഴുതി തുടങ്ങി. മാർജിനൊക്കെ ഇട്ട് 1ാമത്തെ എഴുതി തുടങ്ങി. വൃത്തിയായിട്ട് എഴുതി 1ാമത്തെ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 2 എഴുതിയില്ലേ? 3 എഴുതി. മണി പോലെ 4-5 ഉത്തരം എഴുതി. 10:30 മണി കഴിഞ്ഞു. 7ാമത്തെ ഉത്തരം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ 2 വരി കഴിഞ്ഞപ്പോൾ മറന്നുപോയി. നമ്മൾ എന്ത് ചെയ്തു? അത് തന്നെ, 2 വരി വിട്ടു അല്ലേ? 8ാമത്തെ ഉത്തരം എഴുതി. 1 വരി എഴുതിയപ്പോൾ മറന്നുപോയി. നമ്മൾ എന്ത് ചെയ്തു? 4 വരി വിട്ടു. 10ഉം 11ഉം അറിയത്തില്ല, 12 അറിയാം. അങ്ങനെ കുറേ എഴുതി. 30 ചോദ്യം ഉണ്ടായിരുന്നു. വല്ല വിധേനെ എഴുതി തീർത്തപ്പോൾ 11:15 ആയുള്ളൂ. 12 മണിക്കേ പേപ്പർ മേടിക്കുള്ളൂ. അമ്മച്ചി അവിടുത്തെ കാര്യം കൂടെ പറയുന്നത്. 12 മണിക്കേ പേപ്പർ മേടിക്കുള്ളൂ. 11:15 കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഞാൻ പറയാം. 11:15 കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം സാറിൻ്റെ കണ്ണിലോട്ടൊക്കെ നോക്കിയിരുന്നു. പുള്ളി മൈൻഡ് ചെയ്തില്ല. പിന്നെ അടുത്തിരിക്കുന്നവർക്കുള്ള പേപ്പറിൽ എത്തി നോക്കി. അവൾ ഇന്നലെ കോലുമിഠായി മേടിച്ച കുണം പോലും അവൾ കാണിച്ചില്ല. അവളിങ്ങനെ മറച്ചു വെച്ചിരുന്ന് എഴുതി. പിന്നെന്ത് ചെയ്തു? ഡെസ്കയിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ പടം വരച്ചു. സമയമുണ്ടല്ലോ. 11:50 ഒരു മണി അടിച്ചു. ആ മണിയുടെ പേരെന്താ? പറയൂ. വാണിംഗ് ബെൽ. ഇനി ഉള്ളത് കുത്തിക്കെട്ടാനുള്ള സമയമാണ്. ദൈവം സഹായിച്ച് കുത്തിക്കെട്ടാൻ ഒത്തിരി ഇല്ലായിരുന്നു. കുത്തിക്കെട്ടിയതുള്ളത് കുത്തിക്കെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് എഴുതാതെ വിട്ട 8ാമത്തെ ചോദ്യം. ടിപ്പു സുൽത്താൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ഒരു ഖണ്ഡികയിൽ കവിയാതെ ഉപന്യസിക്കുക. ഓർമ്മ വരുന്നു. എന്നെ എഴുത്താന്നറിയാം. അതങ്ങോട്ട് എഴുതിയപ്പോൾ 11:58. അപ്പോഴാണ് എഴുതാതെ വിട്ട 13ാമത്തെ ചോദ്യം. പാനിപ്പട്ട് യുദ്ധത്തിൻ്റെ പശ്ചാത്തലം വിശദമാക്കുക. അതും പടപട എഴുതുകയാണ്. 12 മണിക്ക് അവസാനത്തെ ബെല്ല് അടിച്ചു. സാറ് വന്ന് പേപ്പറിന് പിടിച്ചു. നമ്മൾ കൊടുത്തോ? സത്യം പറയണം, കൊടുത്തില്ല. പക്ഷെ ആര് കൊണ്ടുപോയി? സാറ് കൊണ്ട്. പിള്ളേർ മിണ്ടരുത്, ഞങ്ങൾ വലിയവരുടെ കാര്യമാണ് പറയുന്നത്. അവസാനം പരീക്ഷയ്ക്ക് മാർക്ക് വന്നപ്പോൾ എത്ര കിട്ടി? ഞാൻ പറയാം. മറന്നിരിക്കുന്നൊരു അക്കമുണ്ട്, 17.5. ഇപ്പോഴാണ് ഒരുപാട് പേര് ഓർത്തത്. നിനക്ക് 15 ഉള്ളായിരുന്നു, 2.5 വെറുതെ തന്നതാ. അങ്ങനെ കടന്നുകൂടിയതാ. ജീവിതം എന്ന് പറയുന്നൊരു പരീക്ഷാ ഹോള് പോലെയാ. നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ ബാല്യത്തിലും കൗമാരത്തിലും ശൈശവത്തിലുമൊക്കെ എല്ലാ ഉത്തരങ്ങളും എഴുതും നാം. പ്രാർത്ഥിക്കാൻ ഉത്സാഹം, പള്ളിയിൽ പോകാൻ ഉത്സാഹം, നിഷ്കളങ്കമായ ബാല്യം, നന്നായി ജീവിക്കുന്ന ബാല്യം, ശൈശവം, അനുസരണയുള്ള കുട്ടിയാണ്. ഉത്തരങ്ങൾ തെറ്റിത്തുടങ്ങിയത് യൗവനത്തിലാണ്. എഴുതാതെ വിട്ട ഉത്തരങ്ങൾ, അനുസരണക്കേടിൻ്റെ യൗവനം, വഴിതെറ്റിപ്പോയ 25-26 വയസ്സ്, വേണ്ടെന്ന് വെച്ചിട്ടും വഴിതെറ്റിപ്പോയ ചില നാളുകൾ, 30കളിലെ ഏടാകൂടങ്ങൾ, മറന്നുപോകരുത്.
എഴുതാതെ വിട്ടു അല്ലേ? 30, 40, 45 ഒക്കെ കഴിഞ്ഞു. ഇപ്പം 75 കഴിഞ്ഞപ്പം നമുക്കും ഒരു വാണിംഗ് ബെല്ലടിക്കും. അത് പടിഞ്ഞാറത്തെ ഒരു പള്ളിയുടെ മുഖപ്പേലാണെന്ന് മാത്രം. നമുക്കും ബെല്ലടിക്കാറാകുമ്പോൾ, കുത്തിക്കെട്ടാറാകുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക, ദൈവമേ, ഞാൻ എത്രയോ ചോദ്യങ്ങൾ എഴുതാതെ വിട്ടു. എൻ്റെ യൗവനത്തിൽ കുറെ കൂടെ നന്നായിട്ട് ജീവിക്കണമായിരുന്നു, അന്ന് കുറെ കൂടെ ഭേദമാകാമായിരുന്നു, അന്ന് കുറെ കൂടെ ചിന്തിക്കാറില്ലേ? പക്ഷെ സമയമില്ല. ഒരു ബെല്ല് നമുക്കും ഉണ്ട് കേട്ടോ. ജീവിതം എന്ന് പറയുന്നത് ഈ പരീക്ഷ ഹോള് പോലെയാ. അല്ലെങ്കിൽ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിനൊക്കെ 3 സ്റ്റേജാ. ശലോമോൻ്റെ 3 പുസ്തകം പോലെയാ. ഒന്നാമത്തെ പുസ്തകം എന്ന് പറയുക ശലോമോൻ്റെ യൗവനത്തിൽ എഴുതിയ പുസ്തകമാണ് ഉത്തമഗീതം. എന്താണ് ഉത്തമഗീതത്തിനകത്ത്? എന്നാണ് ഉള്ളത് പ്രിയപ്പെട്ടവരെ? അയ്യോ, വസന്തം, പ്രേമം, പ്രണയം, ദിവ്യമായ ഉദാത്തമായ സ്നേഹം ഒക്കെ പറയുക. ഉത്തമഗീതം. നാണിക്കാനൊന്നുമില്ല, അതുണ്ട്. ശലോമോനോട് 30-40 വയസ്സിന് മുമ്പുള്ള കാര്യമാണ്. ശലോമോൻ പിന്നെ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേര് സദൃശവാക്യങ്ങൾ. അതിനകത്ത് തന്നെ ഉള്ളതെന്നറിയാം? ജ്ഞാനം, ഭോഷത്തരം. അതാണ് ഭേദം, ഇതാണ് ഭേദം. ധാർമ്മികത, മകനെ അപ്പൻ്റെ ഉപദേശം, അമ്മയുടെ ഉപദേശം കേൾക്കണം. ഇതൊക്കെയാണ് നല്ല ഉപദേശം, ചൊല്ലുവിളിയാണ്. ഏതിനകത്ത്? സദൃശവാക്യങ്ങൾ. ശലോമോൻ പ്രായമായപ്പോൾ ഒരു പുസ്തകം എഴുതി. പുസ്തകത്തിൻ്റെ പേര് സഭാപ്രസംഗി. അതിനകത്ത് എഴുതിയിരിക്കണത് എന്താ? മായ സകലതും. അതൊരു 70 വയസ്സിന് ശേഷമാണെന്ന് കൂട്ടിക്കോ. ശലോമോൻ്റെ പ്രായമല്ല ഞാൻ പറയും. നമ്മുടെ ജീവിതം ഇതുപോലെയാ. ഒരു 30-35 വയസ്സ് വരെ ഉത്തമഗീതമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സദൃശവാക്യങ്ങൾ ഒരു 65 വയസ്സ് വരെ. അത് കഴിഞ്ഞാൽ പിന്നെ സഭാപ്രസംഗിയാ അല്ലേ? ഇപ്പം ഇവിടെ ഇരിക്കുന്നൊരു കൂടുതൽ ഏതാ? പറഞ്ഞാട്ടെ, സമയം പോന്നു. ഇവിടെ ഇരിക്കുന്നൊരു കൂടുതൽ ഏതാ? സഭാപ്രസംഗിയൊന്നുമല്ല. അതൊക്കെ വീട്ടിലേക്ക് 2 പല്ല് പോയതും 1 പല്ല് ഉള്ളതും ഒക്കെ. ഇവിടെ ഇരിക്കുന്ന കൂടുതൽ സദൃശവാക്യങ്ങളാണ്. ഒരുമാതിരി കുറെ കൂടെ ഒക്കെ മകനെ പറഞ്ഞാൽ കേൾക്കണോടാന്നൊക്കെ പറയുന്ന സൈസാണ് ഇവിടെ ഇരിക്കുന്നേ. പിന്നെ അപൂർവം മൂലയ്ക്കൊക്കെ ഓരോ സദൃശവാക്യങ്ങളല്ല സഭാപ്രസംഗം ഇരിപ്പുണ്ട്. ബാക്കിയൊക്കെ സദൃശവാക്യങ്ങളാണ്. ഉത്തമഗീതം മുന്നിലിരിപ്പുണ്ട്. പിന്നെ സഭാപ്രസംഗിയുടെ കാലമായിട്ട് ഉത്തമഗീതത്തിൽ ഓടുന്ന വണ്ടിയും ഉണ്ട്. മനസ്സിലായി കാണും. ഏത്? സദൃശവാക്യങ്ങളുടെ കാലത്തിലും ഉത്തമഗീതത്തിൽ ഓടുന്ന വണ്ടിയും നിങ്ങളുടെ കാര്യമല്ല. ഞാനങ്ങ് ആന്ധ്രാപ്രദേശിലെ മൂലയ്ക്കുള്ള ഒരു സ്ഥലത്തെ കാര്യമാണ് പറയുന്നത്. പ്രിയപ്പെട്ട, ജീവിതം ഇങ്ങനെ കടന്നു പോവുകയാണ്. ജീവിതം ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ മധ്യത്തിൽ ഞാനാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയണം. ഐ ആം യുണീക്ക് എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ ഭാരങ്ങളുടെ മധ്യേ എഴുതാതെ വിട്ട ഉത്തരങ്ങളെ ഓർത്ത് ഖേദിക്കേണ്ടി വരരുത്. ലോകത്ത് വലിയ മനുഷ്യരൊക്കെ ഉണ്ടാവും. പക്ഷെ 3.5 വർഷം മാത്രം നമ്മെ പഠിപ്പിച്ച, നമുക്ക് വേണ്ടി ജീവിച്ചൊരു കർത്താവുണ്ട്. ആ കർത്താവ് മതി എന്ന് പറയാൻ ഐ ആം യുണീക്ക്. സോക്രട്ടീസ് 40 വർഷം തത്വചിന്ത പഠിപ്പിച്ചു. പ്ലേറ്റോ കർത്താവിന് മുമ്പ് 50 വർഷം തത്വചിന്ത പഠിപ്പിച്ചു. അരിസ്റ്റോട്ടിൽ 40 വർഷം തത്വചിന്ത പഠിപ്പിച്ചു. എൻ്റെ കർത്താവ് 3.5 വർഷമേ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ മറ്റ് തത്വചിന്തകളൊക്കെ കടപഴകിപ്പോയി. എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. യേശുക്രിസ്തു ഒരു പടവും വരച്ചിട്ടില്ല. വരച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ മൈക്കിളാഞ്ചലോ, ഡാവിഞ്ചി, വലിയ ചിത്രകാരന്മാരുടെയൊക്കെ ചിത്രങ്ങളിൽ ആരുടെ സ്വാധീനമുണ്ട്? കർത്താവിൻ്റെ സ്വാധീനമുണ്ട്. യേശുക്രിസ്തു ഒരു പുസ്തകവും ഒരു കവിതയും എഴുതിയിട്ടില്ല. ഉണ്ടോ? ഒരു കവിത എഴുതിയിട്ടില്ല. പക്ഷെ ഡിവൈൻ കോമഡി എഴുതിയ ഡാൻറ്റെ, പാരഡൈസ് ലോസ്റ്റ് എഴുതിയ ജോൺ മിൽട്ടൺ, ഇൻ മെമ്മോറി എഴുതിയ ലോർഡ് ടെന്നിസൺ, അങ്ങനെ വള്ളത്തോൾ വരെ ആത്മാവിൽ കണ്ടുകൊണ്ട് ആനന്ദപൂർണനായി കന്യാപുത്രൻ എന്ന് മനോഹരമായി എഴുതി വെച്ച വള്ളത്തോൾ വരെ ലോകത്തെ വിശ്വവിഖ്യാത കവികളിലെല്ലാം ആരുടെ സ്വാധീനമുണ്ട്? യേശുക്രിസ്തുവിൻ്റെ സ്വാധീനമുണ്ട്. യേശുക്രിസ്തു ഒരു ഗ്രന്ഥവും രചിച്ചിട്ടില്ല. പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ എഴുത്തുകാരായ ടോൾസ്റ്റോയി, വിക്ടർ ഹ്യൂഗോ, ദസ്തയേവ്സ്കി തുടങ്ങി വലിയ എഴുത്തുകാരൻക്കകത്ത് പോലും ആരുടെ സ്വാധീനമാ? യേശുക്രിസ്തുവിൻ്റെ. യേശുക്രിസ്തു ഒരു പാട്ടും പാടിയിട്ടില്ല. പക്ഷേ മൊസാർട്ടിൻ്റെ സിംഫണിയിലും ബിഥോവൻ്റെ പാട്ടുകളിലും ആരുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇതാണ്. ലോകത്താരൊക്കെ ഉണ്ടായാലും, എത്ര മഹാരഥന്മാർ ജീവിച്ചിട്ടുണ്ടെങ്കിലും 3.5 വർഷം മാത്രം ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ജീവനുള്ള ക്രിസ്തുവാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ നോക്കി പറയണം, ഐ ആം യുണീക്ക്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പണ്ട് പറഞ്ഞത്, ക്രിസ്തുദേവൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ അഭിഷേകം ചെയ്യുമായിരുന്നു. കണ്ണീര് കൊണ്ടല്ല, എൻ്റെ ഹൃദയരക്തം കൊണ്ട്. നോട്ട് വിത്ത് മൈ ടീയേഴ്സ് ബട്ട് വിത്ത് മൈ ഹേർട്ട്സ് ബ്ലഡ്.
വിവേകാനന്ദ സ്വാമിജി പറഞ്ഞതാണ്, ക്രിസ്തുദേവനെന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ എൻ്റെ ചങ്കിലെ ചോര കൊണ്ട് കഴുകുമായിരുന്നു. 1893 അമേരിക്കയിലെ വിശ്വമത സമ്മേളനത്തിലെ പ്രസംഗം കഴിഞ്ഞ്, പ്രഭാഷണം കഴിഞ്ഞ് തിരികെ മദിരാശി കടപ്പുറത്തിറങ്ങിയപ്പോൾ വിവേകാനന്ദനെ സ്വീകരിക്കാൻ തടിച്ചുകൂടിയ 10,000ങ്ങളോട് വിവേകാനന്ദൻ പ്രസംഗിക്കാൻ തുടങ്ങിയ വാക്ക് ഇതായിരുന്നു: ലാസറെ പുറത്തുവാ. എന്ന് പറഞ്ഞാൽ അയിത്തത്തിലും അടിമത്തത്തിലും കഴിയുന്ന ഇന്ത്യൻ ജനതയെ പുറത്തു കൊണ്ടുവരാൻ വിവേകാനന്ദൻ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: ലാസറെ പുറത്തുവാ. വിവേകാനന്ദന് ക്രിസ്തു ആരായിരുന്നു? കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ബി ഇക്ബാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. വലിയൊരു വിദ്യാഭ്യാസ വിചക്ഷണനാണ്. ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അദ്ദേഹം ഒരു ഇസ്ലാമാണ്. ഇക്ബാൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നു. ഒരു ക്രിസ്മസ് കാലത്ത് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ്: എല്ലാ ക്രിസ്മസ് കാലത്തും ഞാൻ 4 സുവിശേഷങ്ങളും ഒരു തവണ വായിച്ചു തീർക്കാറുണ്ട്. എത്രയോ ഡിസംബർ മാസങ്ങളായി എൻ്റെ ഒരു ജീവിതത്തിൻ്റെ അനുഷ്ഠാനമാണത്. ആർക്കെങ്കിലും കുറ്റബോധമെങ്കിലും തോന്നുന്നുണ്ടോ? ഈ പുസ്തകം പോലും നമ്മുടെ കയ്യിലില്ല. ഒരു ഇസ്ലാം പറയുകയാണ്, ഒരു വലിയ വിദ്യാഭ്യാസ വിചക്ഷണൻ പറയുകയാണ്, എല്ലാ ക്രിസ്മസ് കാലത്തും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളും എല്ലാ വർഷവും ഞാൻ വായിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം നമ്മുടെ കയ്യിൽ വീട്ടിൽ 5 ഇരിപ്പുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് വലിയ മനുഷ്യരെ കുറിച്ച്. അവർക്കൊക്കെ യേശു ആരായിരുന്നു? ശ്രീനാരായണ ഗുരു കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ ശ്രീനാരായണീയൻ ഗുരു നിത്യചൈതന്യയതി. അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹം വലിയ ക്രിസ്തു ഭക്തനായിരുന്നു. അദ്ദേഹം സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്ന് മരിക്കുന്നതിന് മുമ്പ്, സ്ട്രോക്ക് വന്ന് തളർന്നു പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ അവസാനമായി എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, പേജിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കിഴക്ക് നിന്ന് എൻ്റെ കർത്താവിൻ്റെ പുഞ്ചിരി ഞാൻ കാണുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, തിരുനിവാസം എത്ര മനോഹരം. എന്നെ കേൾക്കുന്ന പടിഞ്ഞാറെ തെരുവുകാരെ, ഞാൻ ഈ കഴിഞ്ഞ മിനിറ്റുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്തെ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ്. അവരൊന്നും ക്രിസ്ത്യാനികളായിരുന്നില്ല, പക്ഷേ അവർക്കൊക്കെ ക്രിസ്തു ആരായിരുന്നു? ഒരു പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കാരാ യേശു എന്ന് പറയാമോ? വി സബ്സ്റ്റിറ്റ്യൂട്ട് ജീസസ് ക്രൈസ്റ്റ് ഫോർ അവർ കൺവീനിയൻസ്. ഒന്നുകൂടെ ഞാൻ പറയാം: വി സബ്സ്റ്റിറ്റ്യൂട്ട് ജീസസ് ക്രൈസ്റ്റ് ഫോർ അവർ കൺവീനിയൻസ്. നമ്മുടെ സൗകര്യത്തിനു വേണ്ടി നാം നമ്മുടെ കർത്താവിനെ മാറ്റിവെക്കുന്നവരാ അല്ലേ? നമ്മുടെ സൗകര്യത്തിനു വേണ്ടി നാം നമ്മുടെ കർത്താവിനെ മാറ്റിവെക്കുന്നവരാ. ഒന്നാമത്തെ ചിന്ത ഞാൻ അവസാനിപ്പിക്കുക, വിഷയം നമുക്ക് വിട്ട് ഇത്തിരിയൊക്കെ പോയി ഞാൻ മുന്നോട്ട്. എനിക്കറിയാം, പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാ, ഐ ആം യുണീക്ക്. എൻ്റെ ദൈവത്തെ നോക്കി ഞാൻ പറയാ, എൻ്റെ ജീവിതത്തിൽ ഭാരമേറെയുണ്ട്, എൻ്റെ ജീവിതത്തിൽ വേദന ഏറെയുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും, കർത്താവേ, എന്നെ പോലെ ലോകത്ത് മറ്റാരും മിണ്ടത്തില്ലല്ലോ, മറ്റാരും ഇല്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഭാരമേറുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വേദനയേറുമ്പോൾ, ഒന്നാമതായി നമ്മളോട് പറയണം, ദൈവമേ, ഞാൻ അനന്യയാണ്, എന്നെ പോലെ വേറെ ആരും. യുണീക്ക് കോൺഷ്യസ്നെസ് എന്ന് പറയും. രണ്ടാമത് പറയണം, ജീവിതത്തിൽ ഭാരമേറുമ്പോൾ, ജീവിതത്തിൽ ഒത്തിരി വേദന വരുമ്പോൾ പറയണം, ഐ ആം അൺഎലിജിബിൾ, ഞാൻ അയോഗ്യനാണ്. ഞാൻ അയോഗ്യനാണെന്ന് ഉറക്കെ പറയുമോ? ഞാൻ കേട്ടില്ല. എന്താ അതിൻ്റെ അർത്ഥം? സ്വന്തം ജീവിതത്തെക്കുറിച്ച് പരാതി പറയാറുണ്ടോ? ഉണ്ടോ? മിണ്ടില്ല. ഞാൻ പറയാം ചില കാര്യങ്ങൾ, അപ്പോൾ നിങ്ങൾ എസോർണോ പറഞ്ഞാൽ മതി. ഞാൻ ഇത്രയുമല്ല വിചാരിച്ചത് എന്ന് പറയാറില്ലേ? ഞാൻ വേറൊന്നായിരുന്നു ആഗ്രഹിച്ചത് എന്ന് പറയാറില്ലേ? ഞാൻ കുറെ കൂടെ പ്രാർത്ഥിച്ചതാണ് എന്ന് പറയാറില്ലേ? മറ്റൊന്നായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്, അതായിരുന്നു ഭേദം എന്ന് പറയാറില്ലേ? ഇതാണ് സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള പരാതി. അതൊക്കെ പറയുമ്പോൾ ഇതുകൂടെ ചേർത്ത് പറഞ്ഞോണം, കർത്താവേ, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല, ഇതിനൊന്നും ഞാൻ ഐ ആം അൺഎലിജിബിൾ. ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. അല്ലേ? ഞാൻ യോഗ്യനല്ല യേശുവേ
നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഈ പള്ളിക്കകത്തിരുന്ന് നമ്മുടെ അപ്പനോട് പറ, കർത്താവേ, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല. അയാമണ്ണെലിജിബിൾ. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ തിരുവചനം ഞാനൊന്ന് പറയുന്നൊരു ചെവി തുറന്ന് കേൾക്കുമോ? ഇത് നമ്മളോട്. ആവർത്തനം 9:6 ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കളെ മോശ മരുഭൂമിയിൽ കൂടെ നടത്തി 40 വർഷം കൊണ്ട് നടന്നിട്ട് അവരെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ അവരവിടെ ഇങ്ങനെ തമ്പടിച്ചിരിക്കുമ്പോൾ മോശ അവരോട് പറയുകയാണ് 9:6, ഒന്ന് കേൾക്കണേ മക്കളെ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് ആ നല്ല ദേശം അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തമല്ലെന്ന് അറിഞ്ഞുകൊള്ളുക. ഇവിടെ നോക്കിക്കേ, നീ ദുശാഠ്യമുള്ള ജനമല്ലോ. ഇന്ന് രാത്രി നമ്മളോടാ, നിനക്ക് ആ ദൈവം ആ നല്ല ദേശം അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തമല്ലെന്ന്. നീ ദുശാഠ്യമുള്ള. ശരിയാ പ്രിയപ്പെട്ടവരെ, മക്കളുടെ വാഗ്ദത്ത നാട് കാണാൻ ദൈവം ഭാഗ്യം തന്നില്ലേ? കുഞ്ഞുങ്ങളുടെ നന്മ കാണാൻ പ്രിയപ്പെട്ട പിതാവെ ഭാഗ്യം തന്നില്ലേ? ജീവിതത്തിൽ ഒത്തിരി നന്മകളിലൂടെ ദൈവം കൊണ്ടുപോകുന്നില്ലേ? പറയണം, ദൈവം നമ്മളോട് പറയാ, മക്കളെ, എടോ, നിന്റെ നീതിയല്ലത്, നീ ദുശാഠ്യമുള്ള ജനമാ. ഇത്രയും കുഴപ്പം നമ്മുടെ കയ്യിലുണ്ടായിട്ടും അല്ലേ? നമ്മളൊക്കെ ജീവിക്കുന്ന 2 അക്ഷരത്തിലാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഗ്രേസ് എന്നൊരു വാക്കുണ്ട്, കൃപ. കൃപ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നിങ്ങളിവിടെ നോക്കിക്കേ പ്ലീസ്. കൃപ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇവിടെ ഗ്രേസി എന്ന് പേരുള്ളവരുണ്ടോ പടിഞ്ഞാറ് തെരുവിൽ? ഇല്ല. എല്ലാം വിക്ടോറിയയും ഡയാനയും ഒക്കെ ആണോ? ഗ്രേസി ഉണ്ടോ? ഇല്ല. കൈയൊന്നും പൊക്കണ്ട. ഞാൻ പറയും, ഈ ഇരിക്കുന്ന എല്ലാം ഗ്രേസിയാ. ഗ്രേസി എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടിയതെന്ന അർത്ഥം. ഗ്രേസ് എന്താ അർത്ഥം? നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടിയതാ കൃപ. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടോ? കാൽക്കുലേറ്റർ ഉണ്ടോ? ഉണ്ടെങ്കിൽ എടുത്തേ, പെട്ടെന്ന് എടുത്തോ. മനസ്സിൻ്റെ കാൽക്കുലേറ്റർ എടുത്താൽ മതി. കണക്ക് കൂട്ടാൻ അറിയാമോ? പിന്നെ അറിയാമോന്നോ? എന്നാ ചോദ്യം ആച്ചോ? അപ്പം ഞാൻ പറയുന്നുണ്ടൊന്ന് ടൈപ്പ് ചെയ്തേ. മനസ്സിൻ്റെ കാൽക്കുലേറ്ററിൽ മോശ എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. ചെയ്തോ? മൈനസ് ദൈവകൃപ, ഗോഡ്സ് ഗ്രേസ്. എന്തുത്തരം കിട്ടി? വിക്കൻ. എന്താ? ഉറക്കെ പറ. വിക്കനാ. വിക്കന് ദൈവകൃപ കിട്ടിയപ്പോൾ ആരായി? മോശയായി. മനസ്സിലായില്ലേ? അടുത്തൊരു ഡിലീറ്റ് ചെയ്തിട്ട് അടുത്ത് ടൈപ്പ് ചെയ്തോ. ദാവീദ് മൈനസ് ദൈവകൃപ. എന്തുത്തരമുണ്ട്? പറഞ്ഞ ശരി, ഉറക്കെ പറ. ആട്ടിടയൻ. കറക്റ്റ്. ആട്ടിടയന് കൃപ കിട്ടിയപ്പോൾ ആരായി? ദാവീദായി. അത് ഡിലീറ്റ് ചെയ്ത് അടുത്തൊരു ചെയ്യ്. പത്രോസ് മൈനസ് ദൈവകൃപ. എന്നാ ഉത്തരം കിട്ടി? കർത്താവ്, എത്ര നാളുകൊണ്ട് നമ്മൾ പറയൂ. മുക്കുവൻ. എന്താ? മുക്കുവൻ. പൗലോസ് സ്ലീഹ മൈനസ് ദൈവകൃപ. എന്നാ ഉത്തരം കിട്ടി? ശൗൽ. ഗുണ്ടയായിരുന്നു. ഇനി അടുത്ത ചെയ്തോ. സ്വന്തം പേര് ടൈപ്പ് ചെയ്തോ. അവനവൻ്റെ പേര് മൈനസ് ദൈവകൃപ. എന്നാ ഉത്തരം കിട്ടി? നാട്ടുകാർക്കൊക്കെ ഇട്ട് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ വലിയ മിടുക്കാം നമുക്ക്. അതല്ലേലും അങ്ങനെ ഇവിടുന്ന് എന്നാ സ്പീഡിലായിരുന്നല്ലേ. അവനവൻ്റെ കാര്യം ഒന്ന് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്തേ. സ്വന്തം പേര് മൈനസ് ദൈവകൃപ. എന്നാ ഉത്തരം? ഞാൻ പറയാം. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷ പറഞ്ഞാൽ മൺകൂടാരം. ഞാൻ മൺപാത്രത്തിൽ വെറും മണ്ണ. ഇപ്പോൾ ഈ ഇരിപ്പൊക്കെ കൊള്ളാം, കാശൊക്കെ ഇല്ലെങ്കിൽ ഒരു കിഡ്നിയൊക്കെ വിറ്റാൽ കിട്ടും, ഇത്തിരി പൈസ ഒക്കെ കിട്ടും കേട്ടാ. പക്ഷെ അടിച്ചു പോയി കഴിഞ്ഞാൽ 7 രൂപ 70 പൈസയുടെ സാധനമേ ഉള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ഇത് മറക്കരുത്. 7 രൂപ എന്ന് പറഞ്ഞാൽ ഒരു കോഴിക്കൂട് വെള്ളയടിക്കാനുള്ള കുമ്മായം ഉണ്ട് നമ്മുടെ ദേഹത്ത്. അത്രേ ഉള്ളൂ. ഒരു കോഴിക്കൂട്
വെള്ളയടിക്കാനുള്ള കുമ്മായം, ഒരു 2 ഇഞ്ചിൻ്റെ ആണി ഉണ്ടാക്കാനുള്ള ഇരുമ്പ്, 1 കട്ട സോപ്പ് ഉണ്ടാക്കാനുള്ള കൊഴുപ്പ്, എല്ലാം കൂടെ 7 രൂപ 70 പൈസയുടെ സാധനമേ ഉള്ളൂ. നെകളിക്കരുത് എന്നാണ് അർത്ഥം. എല്ലാം കൂടെ. പിന്നെ ഇത്തിരി നീളവും വീതിയൊക്കെ ഉള്ളവർക്ക് ഇത്തിരി കൂടെ കാണുമായിരിക്കും. 93% വെള്ളമാണ്. നിങ്ങൾ ഉദ്ദേശിച്ചല്ല, ഇവിടെ അതല്ല. ശരീരം 93% വാട്ടർ, പിന്നെ 7% ഇത്തിരി മഗ്നീഷ്യം, ഇത്തിരി പൊട്ടാസ്യം, ഇത്തിരി യൂറിയ ഒക്കെ ഉള്ളൂ. 93% വെള്ളമാണ്. ജീവിതം എങ്ങനെ ചെറുതാ പ്രിയപ്പെട്ടവരെ. ഞാൻ അയോഗ്യനാണ് ദൈവമേ, എന്നിൽ നിന്ന് ദൈവകൃപ മാറ്റിയാൽ ഒന്നുമില്ല. അൺഎലിജിബിലിറ്റി കോൺഷ്യസ്നസ്, അനന്യതാബോധം 1, 2 അയോഗ്യതാബോധം അല്ലേ. നമ്മളൊക്കെ ഈ കരുണയില. സുറിയാനിയിൽ കരുണയ്ക്ക് പറയുന്ന വാക്ക് റഹമ എന്നാണ്. റഹമ എന്ന് പറഞ്ഞാൽ 2 അർത്ഥമാണ് സുറിയാനിയിൽ. 1 കരുണ, 2 ഗർഭപാത്രം. ഇത് തമ്മിൽ എന്നാ ബന്ധം? ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ദൈവമേ, ഈ ഗർഭപാത്രത്തിനും കരുണയ്ക്ക് ഒരു വാക്കുണ്ടായത് എങ്ങനെയാ? ഉത്തരമുണ്ട് കേട്ടോ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുണ എന്ന് പറഞ്ഞാൽ അവൻ അമ്മയുടെ ഉദരത്തിൽ ഇങ്ങനെ പൊടിച്ചതാ, ഇങ്ങനെ മുളച്ചതാ അല്ലേ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വികസിക്കുന്ന അവയവം ഏതാ? 1 ആമാശയം. അതുകൊണ്ടാ 1 ഉണ്ടതാണെന്ന് പറഞ്ഞാലും 1 നിർബന്ധിച്ചാൽ പിന്നെ ഒന്നുകൂടെ ഉണ്ണുന്നത്. അത് ആമാശയം ശരിക്കും വികസിച്ചോളും. അത് ദൈവം തന്നൊരു കഴിവാ. മനുഷ്യ ശരീരത്തിൽ അതുപോലെ വികസിക്കുന്ന മറ്റൊരു അവയവമാണ് ഗർഭാശയം. അത് മനുഷ്യൻ്റെ ആശയമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആശയമാണ്. 3, 3.5, 3.25 കിലോ വരെയുള്ള ഒരു കുഞ്ഞിനെ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കണ സ്നേഹത്തിൻ്റെ പുതപ്പ. അതാണ് കരുണ. ഒറ്റ കാര്യം മാത്രം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ലോകത്തിലേക്ക് പിറന്നു വീണത് എങ്ങനെയാ? ഒരിത്തിരി ഗൈനക്കോളജി ചിന്തിക്കണേ. എൻ്റെ കർത്താവേ, നമ്മൾ ഈ ലോകത്തിലേക്ക് പിറന്നു വീണത് എങ്ങനെയാണെന്ന്. ഈ ലോകത്ത് ജനിച്ചു വീണത് എങ്ങനെയാണെന്ന്. ഇവിടെ എല്ലാം സിസേറിയനാണെന്ന് തോന്നുന്നു. തലയും കുത്തിയാ അല്ലേ? ആർക്കറിയാം? ആണോ? ആണ്, ഉറപ്പിച്ചല്ലോ. തലയും കുത്തിയാണ്. ഇത് പറഞ്ഞത് എന്തിനാന്ന് അറിയാം? ഇപ്പം നേരെ നിൽക്കുന്നില്ലേ? മതി, ബാക്കിയൊക്കെ ഒന്ന് വിട്ടേരെ. ഒത്തിരി പരാതിയും ഒത്തിരി സങ്കടവും ഒത്തിരി പരാതിയും, നാക്കെടുത്ത പരാതി. ഒരു തൃപ്തിയില്ലാത്ത മനുഷ്യരാ നമ്മൾ. ഇത് മാത്രം ഒന്ന് ചിന്തിച്ചേ. തലയും കുത്തി വന്നിട്ട് നേരെ നിൽക്കുന്നില്ലേ 2023 പോരെ? ദൈവത്തിൻ്റെ കരുണ അളവില്ലാത്തതാ. നിങ്ങളുടെ പക്കൽ എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ അന്ത്രയോസ് എത്ര അപ്പം കൊടുത്തു? 8 മണി കഴിഞ്ഞാൽ ഉറങ്ങുന്നവരാണോ? എത്ര അപ്പം കൊടുത്തു? ആ കൊച്ചുകൻ്റെ കയ്യിൽ എത്ര അപ്പം ഉണ്ടായിരുന്നു? അവനത് 7 തവണ എണ്ണിയതാ. അന്ത്രയോസ് അപ്പോസ്തലൻ അതൊരു 9 തവണ എണ്ണി. കാരണം ഈ ആവശ്യം കൂടുമ്പോഴാണല്ലോ എണ്ണം കൂടുന്നത്. 9 തവണ എണ്ണിയിട്ടും അപ്പം തേഞ്ഞതല്ലാതെ 5 അപ്പം 6 അപ്പമായോ? ഇല്ല. എന്നാൽ ഇത് വാഴ്ത്തി നുറുക്കി 1000 കൊടുത്തു. ശേഷിച്ച കഷണം എത്ര എണ്ണം ഉണ്ടായിരുന്നു? കൊട്ട എവിടെ നിൽക്കട്ടെ, എത്ര എണ്ണം ഉണ്ടായിരുന്നു? എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ 1000 രൂപ സമ്മാനം നമ്മുടെ പുതിയ ശമാശന്റെ വകയായി തരുന്നതായിരിക്കും. എത്ര എണ്ണം ഉണ്ടായിരുന്നു? ശേഷിച്ച കഷണം ഇല്ല. ശമ്മാശന് നഷ്ടം വരത്തില്ല, എണ്ണാൻ പറ്റിയിട്ടില്ല. മനുഷ്യൻ കൊടുക്കുന്നതിന് കണക്കുണ്ട്, ദൈവം ശേഷിപ്പിക്കുന്നതിന് കണക്കില്ല. അതതിൻ്റെ അർത്ഥം. മനുഷ്യൻ കൊടുക്കുന്നതിന് കണക്കുണ്ട്, ദൈവം ശേഷിപ്പിക്കുന്നതിന്. സഹോദരി, നിന്റെ ആരാന്ന് പറഞ്ഞാലും കണക്ക് വച്ചിട്ടുണ്ട്. എന്നെ അവൾ സഹായിക്കും, എൻ്റെ കൂടെ പുള്ളി കാണുമെന്ന് പറഞ്ഞാലും എല്ലാത്തിനും ഒരു കണക്കുണ്ട് കേട്ടോ. 2018 നിന്റെ മോൻ്റെ കല്യാണം വിളിച്ചെങ്കിൽ 2024 അവൾക്കുള്ള മോളുടെ കല്യാണം വിളിക്കുള്ളൂ. അവൾക്കുള്ള കയ്യിൽ ലിസ്റ്റ് ഇരിപ്പുണ്ട്. മനുഷ്യന് കണക്കുണ്ട്. കണക്കില്ലാതെ മനുഷ്യൻ ഈ ജോമെട്രിക്ക് അകത്താ. അങ്ങനെ പറ്റുള്ളൂ.
പക്ഷെ ദൈവത്തിന് കണക്കില്ല. അതുകൊണ്ട് ദൈവം ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാരതം പറയുന്നത് ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വ്യാപനോ ഇതി ബ്രഹ്മ. വ്യാപിക്കുന്നതെന്തോ അതാണ് ബ്രഹ്മം. എത്രയും വ്യാപിക്കുന്നതോ അതാണ് ദൈവം. അവതാരങ്ങളൊക്കെ പിന്നെയുള്ളൂ ഹൈന്ദവ ചിന്തയിൽ. ഹൈന്ദവ ചിന്തയിലെ ഏറ്റവും വലിയ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ഒന്ന് മഹാമായയാണ്, രണ്ടാമത്തെ പരബ്രഹ്മമാണ്. രൂപഭാവമൊന്നുമില്ല ഇതിനൊന്നും. ബ്രഹ്മം വ്യാപിച്ചു നിൽക്കുന്നത്. വ്യാസമുള്ളത് എന്തോ അതിനെ എഴുതിയ ആളാണ് വേദവ്യാസൻ. ആ വിഷയത്തിലേക്ക് പോകാൻ ഇപ്പം സമയമില്ല. അപ്പോൾ കുരിശിലേക്ക് നിങ്ങൾ നോക്കിക്കേ, കുരിശിൽ കിടപ്പുണ്ട്, ഇങ്ങനെ വ്യാപിച്ചു നിൽക്കാം. ഒരു മനുഷ്യൻ എത്രമാത്രം ഇങ്ങനെ കൈവിരിച്ച് നിൽക്കാം. ഇങ്ങ് പോരും മോനെ, നിന്റെ സങ്കടമായിട്ട് ഇങ്ങ് വാടാ, നിന്റെ കണ്ണീരിങ്ങി കൊണ്ടുവാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുക. അപ്പോൾ കുരിശിലേക്ക് നോക്കിയാൽ ആ കാണുന്നൊരു ബ്രഹ്മമാണ് കേട്ടാ. അങ്ങനെ ചിന്തിക്കൂ. എത്രയും വ്യാപിച്ചു നിൽക്കുന്നവരെന്തോ ആ മഹാകരുണയുടെ, ആ മഹാകൃപയുടെ വലിപ്പത്തിൻ്റെ പേരാണ് കുരിശ്. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ മുമ്പിൽ പറയണം നമ്മളൊന്നുമല്ല. ദൈവമേ, ഞാൻ അയോഗ്യനാണ്. റഹമേ, ആ കരുണ മാത്രമാണ്. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നമ്മളിന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ ഒന്നുകൂടെ ധ്യാനിച്ച് വെറുതെ എഴുന്നേറ്റ് പോകല്ലേ. 8:45 ദൈവമേ, ഞാൻ അനന്യനാ. എൻ്റെ ഭാരം വരുമ്പോൾ, എൻ്റെ കണ്ണീര് വരുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയും, ഞാനൊരു യൂസ്ലെസ് അല്ലേ, ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ നിരാശപ്പെട്ട് കടന്നു പോകേണ്ട കാര്യമില്ല. എന്നെ പോലെ വേറെ ഒരാളില്ല. ഐ ആം എലക്റ്റഡ്, ഐ ആം സെലക്റ്റഡ്, ഐ ആം അപ്പോയിൻറ്റഡ്, ഐ ആം അനോയിൻറ്റഡ്. ഒത്തിരി പരാതി പറയുമ്പോൾ ഇതൊന്നും അല്ലല്ലോ ദൈവമേ, ഞാൻ ചിന്തിച്ചിട്ട് കുറെ കൂടെ കൊമ്പത്തിന് കിട്ടേണ്ടതായിരുന്നു എന്നൊക്കെ പറയുമ്പം സ്വയം പറഞ്ഞോണം, ഐ ആം അൺഎലിജിബിൾ. ദൈവം, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല. നിന്റെ കരുണ മാത്രമാണ്, അളവില്ലാത്ത കരുണ മാത്രമാണ്. ഹോശേയ 8:8 പറയുന്നത് പോലെ നമ്മളൊക്കെ ലൈക്ക് എ ബ്രോക്കൺ വെസൽ, ഒരു ഉടഞ്ഞ പാത്രം പോലെയാ. കാട്ടത്തിയുടെ മുകളിലിടുന്ന സക്കായിയും നാട്ടത്തിയുടെ ചുവട്ടിലിടുന്ന നഥനയിലും പട്ടാപ്പകൽ വന്ന സമരിയക്കാരെയും നട്ടപ്പാതിരയ്ക്ക് വന്ന നിക്കോദിമോസും കിടന്നു പരാതി പറഞ്ഞ ബർത്തിമായി കുരുടനും പുറകെ നടന്ന് പരാതി പറഞ്ഞ ജ്ഞാനായക്കാരെയും എല്ലാത്തിനും സ്ഥലമുണ്ട് ക്രൂശിൽ. എല്ലാവർക്കും കൃപയുണ്ട് ക്രൂശിൽ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പറയണം, ഐ ഹാവ് പ്ലെൻറ്റി ഓഫ് നത്തിങ് ബട്ട് ഐ ഹാവ് ഗോട്ട് മൈ ലോഡ്. എനിക്ക് ഒത്തിരി ഇല്ലായ്മയുണ്ട് കർത്താവേ, പക്ഷേ എനിക്ക് എൻ്റെ കർത്താവുണ്ട്. ഐ ഹാവ് ഗോട്ട് മൈ ലോഡ്. ഐ ഹാവ് നോ ഗുഡ് അപ്പാർട്ട് ഫ്രം ദി. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. പ്രാർത്ഥിക്കാമല്ലേ? 2 കൊച്ചുവാക്കാ നമ്മൾ പറഞ്ഞത്. നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളു. 2 ചെറിയ പദങ്ങൾ. ഒന്ന്, ഞാൻ ഉറക്കെ പറ, പറ്റുകയല്ല, നിർത്തുകയല്ല, ഉറക്കെ പറഞ്ഞേ, ഞാൻ അനന്യനാണ്. 2, ഞാൻ പോയല്ലോ, അയോഗ്യനാണ്. എൻ്റെ ദൈവമേ, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചന നിമിത്തം സ്തോത്രം. ഞാനായിരിക്കുന്നത് ദൈവമേ അവിടെ നിന്നുള്ളത് കൊണ്ടാണ്. ഞങ്ങളെക്കാൾ ഭേദപ്പെട്ട എത്രയോ മനുഷ്യർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോഴും ഞങ്ങളെ ഇങ്ങനെ കൃപയുടെ കൂടാരത്തിൽ പൊതിഞ്ഞു നിർത്തുന്നത് ദൈവസ്നേഹം മാത്രം. കർത്താവേ, ഞങ്ങൾ അനന്യരാണ്, അതേസമയം ഞങ്ങൾ അയോഗ്യരുമാണ്. ദൈവസ്നേഹത്തിന് സ്തോത്രം. രുചിച്ചറിഞ്ഞ ദൈവകൃപകളെ നഷ്ടപ്പെട്ടു പോകാനിടയാകരുതേ. ഞങ്ങൾ ജീവിതത്തിൻ്റെ പാതി വഴിയിൽ വീണു പോകാനായിട്ട് ഇടയാകരുതേ. അനുഗ്രഹത്തോടെ ഞങ്ങളെ മടക്കി അയക്കണമേ. കൃപ കൊണ്ട് നിറയ്ക്കണമേ. എല്ലാം നന്മയ്ക്കാക്കണമേ. വചനം കേട്ട ശിക്ഷയായി തീരരുതേ. വചനത്താൽ ബലഹീനനായ അടിയനെയും നിന്റെ ജനത്തെയും ശുദ്ധീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും കൃപയാൽ തന്നെ. ഈ നേരം എത്രയും കേട്ടിരുന്ന പരിഗണന ദൈവവചനത്തിന് കൊടുത്ത താല്പര്യത്തോടെ ദൈവവചനത്തിന് മുമ്പിൽ ധ്യാനപൂർവ്വം ഇരുന്ന എല്ലാവരെയും വളരെ നന്ദിപൂർവ്വം ഓർക്കുന്നു. കേട്ട വചനത്താൽ നാം ശുദ്ധിയുള്ളവരാകട്ടെ. പ്രിയപ്പെട്ട അച്ഛനോട്, ഈ ഇടവകയോട് ഒക്കെയുള്ള സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.